തൊഴിൽ സമ്മർദ്ദം എങ്ങനെ ഒഴിവാക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കാനായിട്ട് കൂടെയുള്ളത് പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ശ്രീമതി കവിതാ മാം ആണ്. സൈക്കോളജി രംഗത്ത് ഏകദേശം 4 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് മാം. ഇപ്പൊ അബ്സല്യൂട്ട് മൈൻഡ് മഞ്ചേരി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. കൂടാതെ മാഡം സൈക്കോളജിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഭാരത് രത്ന എഡ്യൂക്കേഷണൽ അവാർഡ്, രാജീവ് ഗാന്ധി നാഷണൽ ഫെലോഷിപ്പ് ജേതാവും കൂടിയാണ് മാം. സോ ബഹുമാനപ്പെട്ട ശ്രീമതി കവിതാ മാമിനെ വെബിനാറിലെ വിഷയം അവതരിപ്പിക്കുന്നതിനായിട്ട് ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം മാം. താങ്ക് യു സോ മച്ച് ശില്പ, ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ജോബ് സ്ട്രെസ് എന്നുള്ളതാണ് തൊഴിൽ പരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, മാനസിക സമ്മർദ്ദമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ ജോബ് എന്ന് പറയുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നെസസറി എന്ന് പറയുന്ന സംഭവങ്ങളിൽ തന്നെ നമ്മൾ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ജോബ് എന്ന് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ട് കണ്ടുവരാറുണ്ട്. നമ്മൾ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, നല്ലൊരു കരിയർ അച്ചീവ് ചെയ്യണം, നല്ലൊരു ജോലി നേടാൻ എന്നുള്ളതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും വരുന്നത്, അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഈ ജോലി എന്ന് പറയുന്നത് നമുക്കൊരു സ്ട്രെസ്സായിട്ട് അല്ലെങ്കിൽ ഭാരമായിട്ട് വരുന്നത്? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കുറച്ചധികം പണ്ടാണെങ്കിൽ പുരുഷന്മാർ മാത്രം, അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഗൃഹനാഥൻ മാത്രം ജോലിക്ക് പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ജീവിതശൈലികളെല്ലാം മാറി, സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ ഉയർന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ വീട്ടിലെ മറ്റു പല അംഗങ്ങളും, പൊതുവെ ഗൃഹനാഥകൾ കൂടെ വീട്ടിലെ സ്ത്രീകളും കൂടെ ജോലിക്ക് പോയി വരേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു. അപ്പൊ സാഹചര്യങ്ങൾ മുഴുവൻ മാറി. അങ്ങനെയുള്ള ആ സമയത്ത് ജോലി എന്ന് പറയുന്നത് കുറച്ചും ആവശ്യങ്ങളേറി, അത് കൂടാതെ തന്നെ നമുക്കത് പലപ്പോഴും ഭാരമായിട്ടും കൂടെ കണ്ടുവരുന്നുണ്ട്. അതായത് ആസ്വദിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് അറിഞ്ഞിട്ടുകൂടെ പലപ്പോഴും നമുക്കത് ഭാരമായിട്ടോ സമ്മർദ്ദമായിട്ടോ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യകത എന്താണ്? ജോലിയാണ്, ചെയ്തേ പറ്റൂ, ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. അതൊരു സംസാരിക്കേണ്ട ഒരു വിഷയമായി മാറുന്നത്. കാരണം അത് എപ്പോഴും നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ പറഞ്ഞു വന്നത്, സോ ജോബ് സ്ട്രെസ്സിനെ കുറിച്ച് നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത്? തൊഴിൽ പരമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് സംസാരിക്കണം, എന്തിനു സംസാരിക്കണം, എന്തുകൊണ്ട് സംസാരിക്കണം? അപ്പൊ അത് ഈ ഒരു കാര്യം ഞാൻ കുറച്ചുകൂടെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിറ്റുവേഷൻ പറയാം. ഇപ്പോ ഒരു കമ്പനിയിൽ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ദിവസവും രാവിലെ വീട്ടിലെ ഓരോ ജീവനക്കാരനെയും, കമ്പനിയിലെ ഓരോ ജീവനക്കാരനെയും അവരവരുടെ വീടുകളിൽ നിന്ന് പിക്ക് ചെയ്യുക, എന്നിട്ട് അവരുടെ കമ്പനിയിൽ കൊണ്ടാക്കുക. തിരിച്ച് ആഫ്റ്റർ 5 o'clock ആവുമ്പോഴേക്കിനും ഇതേ ജോലിക്കാരനെ തന്നെ നമ്മൾ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുക. ഇതായിരുന്നു ആ ഒരു ഡ്രൈവറിന്റെ ജോലിയുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇദ്ദേഹം മിക്ക ദിവസവും ലേറ്റ് ആയിട്ടാണ് വരുന്നത്. രാവിലെ തന്നെ വണ്ടി കാത്തു നിൽക്കുന്ന ജീവനക്കാരെല്ലാവരും എന്താ അയാൾ ഇത്ര നേരം വരും, അവിടെ കൃത്യസമയത്ത് എത്തുമോ ഇല്ലയോ, എത്തിക്കഴിഞ്ഞാല് ലേറ്റ് ആയിട്ട് എത്തുന്ന വെച്ചാൽ ബോസിന്റെ കേൾക്കണം. സോ അപ്പോ അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാവിലെ ദിവസമായിട്ട് ലേറ്റ് ആയിട്ട് വരുന്ന ഒരു സ്വഭാവമായിരുന്നു. സോ ലേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ജീവനക്കാരെല്ലാവരും ഭയങ്കര ടെൻസ്ഡ് ആവും. വീട്ടിൽ നേരം വൈകിട്ടാണ് എത്തുന്നത്, ജോലി സ്ഥലത്ത് അവിടെ പോയി കഴിഞ്ഞാൽ പ്രയാസങ്ങൾ ഉണ്ടാവും എന്നൊക്കെ എല്ലാ ടെൻഷനും കൂടിയിട്ടാണ് ഈ വണ്ടിയിലേക്ക് കയറുന്നത്. ഇയാളെന്നെ മനസ്സുകൊണ്ട് ചീത്ത വിളിച്ചിട്ടൊക്കെയാണ് കയറുന്നത്. എന്നിട്ട് ഇയാൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർ എന്ത് ചെയ്യും, വളരെ ഫാസ്റ്റ് ആയിട്ട് വണ്ടി ഓടിക്കും, ഭയങ്കര ഹാർഷായിട്ട് വണ്ടി ഓടിക്കും. പറഞ്ഞിട്ട് അയാളുടെ അപ്പിയറൻസ് ആണെങ്കിലും വളരെ വൃത്തികെട്ട രീതിയിൽ എപ്പോഴും ക്ലീൻ ഒന്നും ചെയ്യാത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കണ്ടിന്യൂസ്ലി അയാൾ വണ്ടി ഓടിക്കുന്ന ടൈം മുഴുവൻ ഉണ്ടാവുക. പറഞ്ഞ് ധൃതിപ്പെട്ട് പോകുന്നത് കൊണ്ട് തന്നെ നല്ല ട്രാഫിക്കുള്ള ടൈമാണല്ലോ ആ ജോലിക്ക് പോകുന്ന സമയം. അപ്പൊ മറ്റ് വാഹനങ്ങളിലെ യാത്രക്കാരനെ വഴക്ക് പറഞ്ഞുകൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടൊക്കെയാണ് ഇയാൾ ഡ്രൈവ് ചെയ്തിട്ട് എത്തുക. സോ ലേറ്റ് ആയിട്ട് എത്തുന്നു കമ്പനിയിൽ. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് മറ്റു ജീവനക്കാർക്ക് എങ്ങോട്ടാണോ എത്തേണ്ട അവർ സ്ഥലത്തേക്ക് ലേറ്റ് എത്തുമ്പോൾ അതിന്റെ പ്രഷർ കാരണം അവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഇത് സ്ഥിരമായി തുടങ്ങി. അതുപോലെ തന്നെ വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും 5 മണിക്കാണ് ജോലി കഴിയുന്നെങ്കിൽ ഇയാൾ ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത് ഒരു 5:30 ഒക്കെ ആവുന്ന സമയത്തായിരുന്നു. സോ വീട്ടിലെത്തുന്നതും ലേറ്റ് ആയിട്ട് വന്നിരുന്നു. അപ്പൊ കണ്ടിന്യൂസ്ലി ഈ ഒരു പാറ്റേൺ ആയി കഴിഞ്ഞപ്പോൾ ഈ ജീവനക്കാർക്ക് വളരെയധികം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഈ ജീവനക്കാർ സെയിം ഡേ പോലെ തന്നെ രാവിലെ ഭയങ്കര ധൃതിപ്പെട്ട് നേരം വൈകി ഈ ഡ്രൈവറെ അവരെ കൊണ്ടുവിട്ടു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഇവർ തിരിച്ചു വന്നപ്പോൾ 5 മണിയായപ്പോൾ തന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. അവരെല്ലാവരും ഓക്കെ, എന്താ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഫൈൻ, എന്നാലും വലിയ മൈൻഡ് ഒന്നും ചെയ്യാതെ
ഒരു വണ്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ അതിന്റെ ഡോറിന്റെ അവിടെ തന്നെ ഒരു പുതിയൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്, ഒരു കാഷ്വൽ ഡ്രസ്സിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു വല്ലാതെ മൈൻഡ് ചെയ്തില്ല. പക്ഷെ ആ മനുഷ്യൻ ഇതുവരെ ചിരിച്ചുകൊണ്ട് വെൽക്കം ചെയ്തു. അവർ മാഡം ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞല്ലേ എന്ന് നല്ല സന്തോഷത്തോടെ ചിരിച്ചിട്ട് അവരെ വെൽക്കം ചെയ്തു. അവരെല്ലാവരും ആരാണാവോ ഇയാൾ എന്നുള്ള രീതിയിൽ മൈൻഡ് ചെയ്യാതെ വിട്ടു. അവർ കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ജീവനക്കാരും കയറി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഈ വ്യക്തി ഡ്രൈവറുടെ സീറ്റിൽ കയറിയിരുന്നു. ഡ്രൈവർ യൂണിഫോം ഇട്ട് ഇരുന്നു. നല്ല രീതിയിൽ അദ്ദേഹം ഡ്രൈവ് ചെയ്തു. എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ വീടുകളിൽ കൊണ്ടാക്കി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കൃത്യസമയത്തിന് അദ്ദേഹം വരികയും അതുപോലെ തന്നെ എല്ലാവരും വീടുകളിൽ നിന്ന് പിക്ക് ചെയ്ത് നല്ല ജോലിയായി തന്നെ നല്ല സമാധാനത്തിൽ തന്നെ കൃത്യമായി വാഹനം ഓടിച്ച് ജോലി സ്ഥലത്ത് കൊണ്ടാക്കുകയൊക്കെ ചെയ്തു. സ്ഥിരമായി ഈ പാറ്റേൺ ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ ആളുകളുടെ ജീവനക്കാർ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇയാളെ എപ്പോഴും നല്ല പ്ലസന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ കൃത്യമായി എത്തുന്ന ദിവസങ്ങളിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ, ജോബ് ചെയ്യാനൊക്കെ നല്ലൊരു റിഫ്രഷ്മെന്റ് ഉണ്ടല്ലോ എന്നൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ ഈ ഡ്രൈവറിനെ ശ്രദ്ധിക്കുന്നത്. സോ ഇയാൾ എന്നും പ്ലസന്റ് ആയിട്ടാണ് ഇവരോട് ബിഹേവ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് ഈ യാത്രയിൽ മുഴുവൻ നല്ല സന്തോഷത്തോടെ സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് തങ്ങൾക്ക് ഈ വ്യത്യാസം വന്നത് എന്ന് അവർ തിരിച്ചറിയായിരുന്നു. സോ ഈ കഥയിൽ നമുക്ക് ഈ ഡ്രൈവറിനെ ഒന്നും കൂടെ ഫോക്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇദ്ദേഹം കൃത്യമായ സമയങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു അല്ലെ. അതായത് നമ്മൾ ജോലിയിൽ ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകത്തിനാണ് പറയുന്നത്. അത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് യൂണിഫോം ധരിച്ചിരുന്നത്. സോ ഇതിന്റെ അർത്ഥം എന്താ? ജോലി സമയത്ത് മാത്രം ഒരു ജോലിക്കാരനാവുകയും ജോലി ഇല്ലാത്ത സമയത്ത് സാധാരണ ഒരു മനുഷ്യനാവാനും കൂടെ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതുകൂടാതെ തന്നെ കൃത്യമായ സമയം നോക്കിയിരുന്നു. എല്ലാവരോടും പ്ലസന്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാനും നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു. സോ അതുകൊണ്ടായിരിക്കാം തന്റെ ജോലി ഒരു ഡ്രൈവറുടെ ജോലി ആയിരുന്നിരിക്കെ പോലും അത് ആസ്വദിച്ച് ചെയ്യാനും അത് ആ ഒരു സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാനും അത് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാനും ആ ഒരു ഡ്രൈവർക്ക് സാധിച്ചത്. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു കഥ വെച്ചിട്ട് നമുക്ക് സ്വയം ഒന്ന് നിരീക്ഷിച്ചു നോക്കാം. നമ്മളുടെ അല്ലെങ്കിൽ നമ്മൾ ചുറ്റിനും കാണുന്ന ആളുകൾക്ക് പലപ്പോഴും ഈ ജോബ് എന്ന് പറയുന്നത് സ്ട്രെസ് ആകുന്നുണ്ടോ? ചിലപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം പലപ്പോഴും കണ്ടുവരുന്നത് ഈ ജോബ് സ്ട്രെസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു ജോബ് സ്ട്രെസ് എന്ന് പറഞ്ഞൊരു ഡയഗ്നോസിസിക്കൊന്നും അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്കൊന്നും എത്തില്ല. പലപ്പോഴും അതിന്റെ പ്രതിഫലനങ്ങൾ മറ്റു പല കാര്യങ്ങളിലേക്കായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അതായത് ഇവിടെ ക്ലിനിക്കിൽ തന്നെ വരുന്ന ഒരുപാട് കേസസ് ഞാൻ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ ഭാര്യനായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട് പ്രശ്നങ്ങളായിട്ടായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശാരീരിക വേദനകൾ എന്തെങ്കിലും അകാരണമായിട്ടുള്ള തലവേദനകള്, വയറുവേദനകള്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷൻ എന്ന് പറയും, പക്ഷെ കാരണം അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. നമ്മൾ അവരുടെ ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഇന്റർവ്യൂലൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു പരിധിയെങ്കിലും ഈ ജോബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു സ്ട്രെസ്സായിട്ട് സമ്മർദ്ദമായിട്ട് വരുന്നുണ്ട്. അപ്പൊ പലപ്പോഴും ജോബ് സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് സ്വയം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എവിടേക്കുള്ള ചില പോരായ്മകൾ ഇതിന്റെയൊക്കെ ബാക്കി പത്രങ്ങളായിരിക്കാം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സോ ആ ഒരു സമയത്താണ് ഈ ഒരു ജോബ് സ്ട്രെസ് എന്ന് പറയുന്ന, തൊഴിൽ സമ്മർദ്ദം എന്ന് പറയുന്ന വിഷയത്തിന്റെ പ്രാധാന്യം എന്നാണ് ഞാൻ പറയുന്നത്. സോ ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് പോകുക എന്താ? മാനേജ്മെന്റ് ആണ് അല്ലെ. എങ്ങനെയാ ഈ ജോലി സമ്മർദ്ദം ഉണ്ട് എനിക്ക് അറിയാം, പക്ഷെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യാന്നുള്ളത്. ഈ മാനേജ്മെന്റ് ഒക്കെ സംസാരിക്കുന്നതിന് മുൻപ് ഞാൻ ഏറ്റവും അധികം പറയാം, മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ അല്ലെങ്കിൽ എങ്ങനെ തൊഴിൽ സമ്മർദ്ദം മാറ്റാം എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് എന്താണ് ഈ സമ്മർദ്ദം, എന്താണ് ഈ തൊഴിൽ സമ്മർദ്ദം, കാരണങ്ങൾ എന്തൊക്കെ, എനിക്ക് എങ്ങനെ ഇതിനെ തിരിച്ചറിയാൻ പറ്റുക, എങ്ങനെ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ, ഇതെല്ലാം നമ്മൾ കൃത്യമായി എത്രത്തോളം കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നു അത്രത്തോളം കൃത്യമായും ഫലപ്രദമായിട്ടും നമുക്ക് നമ്മുടെ ജോബ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടായിരിക്കും ഒരു മാനേജ്മെന്റ് സെക്ഷനിലേക്ക് പോകുന്നത്. അപ്പൊ ഇത് മുഴുവൻ ത്രൂ ഔട്ട് ഞാൻ പറയുന്നതിൽ നിങ്ങൾ കണിയിലായും അവനവനെ കുറിച്ചിട്ട് സ്വയം ഒന്ന് നിരീക്ഷിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ പലപ്പോഴും നമുക്ക് ഈ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ സ്ട്രെസ്സിനെ കുറിച്ച് സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ നമുക്ക് ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ മനസ്സിലാവും, സ്ട്രെസ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു മീഡിയം ലെവലിൽ നമുക്ക് ആവശ്യമാണ്. തീരെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നുണ്ടാവും നമ്മൾ അലസനായി പോകും അല്ലെ, ഒന്നും വേണ്ട പിന്നെ എല്ലാം നാളെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം കെയർലെസ് ആയിട്ട് നമ്മൾ വിട്ടുപോകുന്നു പോയി വരും. അതേസമയം കൂടുതലായി കഴിഞ്ഞാലോ ടെൻഷനായി മാറും, ആൻസൈറ്റി ആയി പോകും. ജോബ് ചെയ്യാനും നമുക്ക് അറിയാം, വേണം നമുക്ക് അറിയുകയും ചെയ്യാം, പക്ഷെ പറ്റാതെ പോകുന്നൊരവസ്ഥ. സോ ഒരു പരിധിയോളം ഒരു മീഡിയം ലെവലിൽ നമുക്ക് സ്ട്രെസ് വേണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കേണ്ട വേറൊരു കാര്യം എന്താണ് ഈ സ്ട്രെസ്. ജോബ് സ്ട്രെസ് എന്ന് പറയുന്നതിന് മുൻപ് തന്നെ എന്താണ് ഈ സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം, നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ വേണ്ടി പറ്റുക, എങ്ങനെയാണ് ഒരു വാക്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് പോലെ തന്നെ എങ്ങനെ അതിന് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളുടെ വൈകാരികവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്നും ആന്തരികമായിട്ടോ പുറമെ നിന്നുള്ള ഒരു ബാഹ്യമായിട്ടുണ്ടാകുന്ന ഒരു സമ്മർദ്ദത്തിനോടുള്ള നമ്മളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള ഒരു പ്രതികരണത്തിനാണ് പറയുന്നത്. എപ്പോഴാണ് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരു സ്ട്രെസ്സായി മാറുന്നതെന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ ആ സിറ്റുവേഷൻ എനിക്ക് അഭിമുഖീകരിക്കാൻ പറ്റാതെ വരുന്നത്, തരണം ചെയ്യാൻ പറ്റാതെ വരുന്നത്, ആ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് എന്താണ്, ഒരു സ്ട്രെസ്സാണ് അല്ലെങ്കിൽ സമ്മർദ്ദമാണെന്ന് പറയും. അത് ചിലപ്പോൾ ഒരു അവസ്ഥയായിരിക്കാം, ഒരു സാഹചര്യമായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി തന്നെ ആയിരിക്കാം, എന്ത് തന്നെയായിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് അല്ലെങ്കിൽ സ്ട്രെസ്സറാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സ്ട്രെസ് എന്ന് പറയുന്നത് സർവ്വസാധാരണ ഒരു കാര്യമല്ലേ, നമുക്ക് എല്ലാവർക്കും വരും. നമുക്കറിയാം, എനിക്കും വരാം, മറ്റാൾക്കും വരാം, ഇയാൾക്കും വരാം, എല്ലാവർക്കും വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? സോ എങ്ങനെയാ അതൊരു വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചില ആളുകൾക്ക് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ പല സാഹചര്യങ്ങൾ കണ്ടുവരാറുണ്ട്, നമ്മൾ പേടിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ആ ടെൻഷനുള്ള കാര്യങ്ങളോട് ഫൈറ്റ് ചെയ്യാണോ വേണ്ടത്, അഭിമുഖീകരിക്കുകയാണോ വേണ്ടത്, അതോ ഫ്ലൈറ്റ് ചെയ്ത് നമ്മൾ ഓടിപ്പോവുക രക്ഷപ്പെടുകയാണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മുടെ മാനസിക ഘടനയാണ് ഞാൻ അതിനോട് തരണം ചെയ്യാണോ വേണ്ടത്, അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണോ വേണ്ടെന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അതിനോട് അനുസൃതമായിട്ട് നമ്മുടെ ശാരീരികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരും. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എന്തുണ്ടാവും, നമുക്ക് ചില സമയത്ത് ടെൻഷനുള്ള സമയത്ത് നമുക്ക് നെഞ്ചിടിപ്പ് കൂടുന്ന പോലെ, പടപട അടിക്കുന്ന പോലെ തോന്നാം. ചിലപ്പോൾ നമുക്ക് ഒരുപാട് വേർക്കുന്ന പോലെ തോന്നാം, ശരീരം ചൂട് പിടിക്കുന്ന പോലെ തോന്നാം, അതുപോലെ തന്നെ വിളറി വെളുക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ നമുക്ക് തോന്നാം. ഇത്ര അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന അല്ലെങ്കിൽ ശ്വാസം വലിച്ചിട്ട് നമുക്ക് തൃപ്തിയായില്ല, പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ പോകണം, വയറുവേദന തോന്നുന്നു, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ വരാം. ഇങ്ങനെയൊക്കെ സിംറ്റംസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സിറ്റുവേഷൻ എന്ന് പറയുന്നത് എനിക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നതാണ് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ തലച്ചോറ് നമ്മുടെ ശരീരത്തിലെ മറ്റു പല അവയവങ്ങൾക്കും കൊടുക്കുന്ന മെസ്സേജാണ് ഇത്. ഈ സിറ്റുവേഷൻ പ്രശ്നമുള്ളതാണ്, സോ ഇവിടുന്ന് രക്ഷപ്പെടണമെന്നത്. കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി ഞാൻ പറയാം, ഇപ്പോ ഒരു ടെൻഷൻ ഉണ്ടാകുന്ന, റിയലി ടെൻഷൻ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ തന്നെ ഒരു പശു കുത്താൻ വേണ്ടി വരികയെന്ന് ചോദിക്കാം. നമ്മൾ റോഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പശു നമ്മളെ കുത്താൻ വേണ്ടി വരികയാണ്. വരുന്നത് കണ്ടാൽ പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ കൂടെ കാണുന്ന നമ്മുടെ മെസ്സേജ് നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കും. യെസ്, അതൊരു അപകടമുള്ള ഒരു സിറ്റുവേഷൻ ആണ്, നമ്മൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടേ പറ്റും എന്നുള്ളത് ബ്രെയിനിന് മനസ്സിലാവും. സോ ബ്രെയിൻ നമ്മുടെ മറ്റ് പല അവയവങ്ങളിലേക്കും റെസ്പോൺസോടും, കാലിനോടും കൈയിനോടും മനസ്സിനോടൊക്കെ പറയും, ദേ ഓടിക്കോ, രക്ഷപ്പെട്ടോ എന്ന് പറയും. സോ ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് പറയാണ്. സോ അങ്ങനെ മെസ്സേജ് കൊടുക്കുന്നതിലൂടെയാണ് നമ്മളത് സിറ്റുവേഷൻ പ്രയാസമുള്ളതാണെന്ന് മനസ്സിലാവുകയും നമ്മൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ചു, ഇതുപോലെ ഒരു പശു കുത്താനേ വരുന്നില്ലെങ്കിലോ, ചുമ്മാ ഒരു പശു അവിടെ നിൽക്കുകയാണ്, പക്ഷെ അത് കുത്താൻ വരികയാണെന്ന് നമ്മൾ മാനസികമായിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ, അവലോകനം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താവും? ഇതേ റെസ്പോൺസസ് ഉണ്ടാവുകയും, യെസ്, ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, നമ്മൾ ഭയക്കുകയും ചെയ്യും. ഇതുപോലൊരു അവസ്ഥയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ സ്ട്രെസ്സർ ആകുന്ന കാരണം അല്ലെങ്കിൽ സ്ട്രെസ്സിന് കാരണമാകുന്ന ഹേതു എന്താണോ അത് അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനോട് പ്രതികരിക്കുന്നത് ഏത് തരത്തിലാണ്, ഞാൻ പൊരുതുകയാണോ വേണ്ടത്, ഓടി രക്ഷപ്പെടുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനം നമ്മുടെ ബ്രെയിനാണ്. സോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. മിക്കവാറും നമുക്ക് എല്ലാവർക്കും അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ലൈഫിൽ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, അതിനെ പോസിറ്റീവ് ആണെന്നും പറയാം, നെഗറ്റീവ് ആണെന്നും പറയാം. സോ പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ സ്ട്രെസ് ഉണ്ടാകാത്തൊരു കണ്ടീഷൻ ഇല്ല. സോ പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും കാര്യം നേടണം, എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്നുള്ള സാഹചര്യത്തിൽ വരുന്ന സമയത്തുള്ള സ്ട്രെസ്സിനെയാണ് നമ്മൾ പോസിറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ യൂസ് സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞു. അതായത് ഇപ്പോൾ നമുക്കൊരു എക്സാം വരികയാണ്, എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഒരു ജോലിയുടെ ഒരു പ്രസന്റേഷൻ ടൈം ഉണ്ട്, സോ എനിക്ക് നല്ല രീതിയിൽ പ്രസന്റേഷൻ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ ടെൻഷൻ ഉണ്ടാവില്ലേ? ആ ഒരു ടെൻഷനെ മാത്രമാണ് നമ്മൾ യൂസ് സ്ട്രെസ് അല്ലെങ്കിൽ പോസിറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ ആ ഒരു പെർഫോമൻസിനെ ത്വരിതപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് പറയാം. പക്ഷെ അതേസമയം ഡിസ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ പെർഫോമൻസിനൊക്കെ ആകെ പ്രയാസം ഉണ്ടാക്കി നമുക്കിത് പെർഫോം ചെയ്യാൻ തന്നെ പറ്റാതെ വരുന്നൊരു അവസ്ഥയാണ് ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ലൈഫിൽ പലപ്പോഴും ഉണ്ടായിരുന്നു വരും. നമ്മളുടെ കഴിവെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് സ്കിൽ എന്ന് പറയുന്നത് ഇതിനൊന്നും ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ ബാലൻസ് ചെയ്യാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സ്ട്രെസ്സുകൾ പലപ്പോഴും ചെറിയ നേരത്തിനുള്ള ഷോർട്ട് ടൈം ആയിരിക്കും, അതുപോലെ തന്നെ ലോങ് ടേം ആയിരിക്കും. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് പ്രസന്റേഷൻ എന്ന് പറയുന്നത്, പ്രസന്റേഷൻ കഴിയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രസന്റേഷൻ എങ്കിൽ ആ പ്രസന്റേഷൻ കഴിഞ്ഞാൽ, പക്ഷെ അതേപോലെ തന്നെ
നമ്മളുടെ ബോസിനായിട്ട് നമുക്ക് എന്തെങ്കിലും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടായെന്ന് വെക്കുക, എന്തെങ്കിലും വഴക്ക് അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടായെന്ന് വെക്കുക, പക്ഷെ ആ ബോസിന്റെ പ്രസൻസ് സ്ഥിരം ഉണ്ടായിരിക്കും അവിടെ, അല്ലെ? സോ നമ്മൾ എത്ര ആളെ കാണുന്നോ കണ്ടിന്യൂസ് ആയിട്ട് എന്തുണ്ടാവും, അദ്ദേഹത്തിനായിട്ട് നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നിലനിന്നു. സോ അത് ലോങ് ടൈം ആണ്. അപ്പൊ ചെറിയ രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടായിരിക്കും, കുറച്ച് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്നതായിട്ടൊരു സ്ട്രെസ് ഉണ്ടായിരിക്കും. സോ ജോലി സ്ഥലത്ത് ഇത്തരത്തില് എന്തെങ്കിലും ഡിമാൻഡുകളോ കാര്യങ്ങളോ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. സോ ജോബ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളുടെ ജോലി സ്ഥലത്തുള്ള നമ്മുടെ ഡിമാൻഡുകൾ എന്തൊക്കെയാണോ ജോലിയുടെ കാര്യങ്ങൾ അതൊന്നും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ ഈ എന്തുവാണ് കാരണങ്ങൾ. അപ്പൊ നമുക്ക് സ്ട്രെസ് ജോലി സ്ഥലത്ത് സ്ട്രെസ് ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, പലപ്പോഴും നമുക്ക് അങ്ങനെ വരാറില്ല, അല്ലെ? അപ്പൊ ജോബ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വയം ആലോചിക്കണം, എന്നെ സംബന്ധിച്ച് എനിക്ക് ജോലിയിൽ പ്രയാസങ്ങൾ വരുന്നവരുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും, എന്തൊക്കെയാണ് എനിക്ക് പ്രയാസം വരുന്നത്. സോ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ അതിന്റെ മാനേജ്മെന്റ് നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. സോ എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ? സോ നമുക്ക് അതിൽ വരുന്നത് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം, പ്ലസ് നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. സ്വന്തമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ചില സമയത്ത് നമുക്ക് ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് വേണമായിരിക്കും നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാൻ. സോ ഫിനാൻസ് പറഞ്ഞ ഒരു കാര്യം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. സോ ലോണും കാര്യങ്ങളൊക്കെ വേണം, അതുകൊണ്ട് നമ്മൾ ചെയ്യണം. അതുപോലെ ചില സമയത്ത് പ്രശ്നങ്ങൾ വരാറുള്ളത് എന്താ പറയുക, ഫാമിലിയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെന്ന് വെക്കുക, നമ്മളെ ഭാര്യനായിട്ടുള്ള തർക്കമോ അച്ഛനും അമ്മേനായിട്ടുള്ള വഴക്കുകളോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചില രീതിയിൽ നമ്മുടെ ജോബിന്റെ സ്ട്രെസ്സിനായിട്ട് എഫക്ട് ചെയ്തു വരും. നമ്മൾ ആ ഒരു പ്രയാസത്തിന് ശേഷമാണ് നമ്മൾ ജോലിക്ക് പോയി വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജോബ് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതും ഒരു സ്ട്രെസ് ആയി മാറും. പിന്നെ മിക്കവാറും സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് വീട്ടിലെ കാര്യങ്ങളും നോക്കണം, കുട്ടികളുടെയും ഭർത്താവിന്റെയും വീട്ടുകാരുടെയും കാര്യം നോക്കണം, ഒപ്പം ജോലിയുടെ കാര്യങ്ങളും നോക്കണം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ ആ ഉണ്ടാകുന്ന ഒരു ഡെയിലി റൊട്ടീനിൽ ഉണ്ടാകുന്ന പ്രയാസം, ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതിനുള്ള പ്രയാസങ്ങൾ, ഇതെല്ലാം നമ്മളുടെ ജോലിനെ ബാധിക്കും. അതുപോലെ നമുക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോ കുറെ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ബാക്ക് പെയിൻസ് കൂടാൻ, അതുപോലെ തന്നെ ശാരീരികമായിട്ട് വേദനകൾ, നടുവേദന ഒക്കെ ഉള്ള സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവറിന്റെ ജോലിക്കാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. സോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജോലിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാം. അതുപോലെ പെട്ടെന്ന് നമുക്ക് ആവശ്യം അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി, നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യാതെ കിടക്കുകയാണോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രയാസവും ടെൻഷൻസും നമ്മളതിനെ ജോലിയിൽ ബാധിക്കാം. അതുകൂടാതെ ചില ആളുകൾക്ക് ജോലിയെ സംബന്ധിച്ച് ഓരോരുത്തർക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും. ഞാൻ ഇത്ര തരത്തിൽ ചെയ്യണം, ഞാൻ ഇത്രത്തോളം അച്ചീവ് ചെയ്യണം, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലിമിറ്റുകൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. അത്തരത്തിൽ ലിമിറ്റുകൾ നമ്മളുടെ കഴിവിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് വിചാരിക്കുന്ന എക്സ്പെക്ടേഷൻസ് നമ്മളുടെ കഴിവിനേക്കാളും അപ്പുറത്തേക്കാണെങ്കിൽ, ഇപ്പൊ നമ്മളുടെ ബോസ് ഒക്കെ നമ്മളെ എക്സ്ട്രാ വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്കത് സ്ട്രെസ് ആയിട്ട് വരും. കാരണം മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുമ്പോൾ നമുക്കത് സ്ട്രെസ്ഫുൾ ആയിട്ട് വരും. അതേസമയം ചില ആളുകളുണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം, ഞാൻ ചെയ്യുന്ന കാര്യത്തിന് ആരും കുറ്റം പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന 100% പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരണം എന്നൊക്കെ നിർബന്ധ ബുദ്ധി കീപ്പ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അത് അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് അത് പറഞ്ഞ പോലെ സ്ട്രെസ് ആയിട്ട് വരും. അതുപോലെ ചില ആളുകളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവർ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കുന്ന ആളുകളാവും. നമ്മുടെ ജോലി സ്ഥലത്തെ ആളുകളോട് സംസാരിക്കാൻ ഭയമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റാതെ ഭീതിയിൽ ഇരിക്കുന്ന ആളുകളുണ്ടായിരിക്കും, അസർട്ടീവ്നെസ് കുറവുള്ള ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കും ഈ പറഞ്ഞ പോലെ മനസ്സിന്റെ ഉള്ളുണ്ടായിരിക്കും എനിക്കൊന്ന് ഓപ്പണായി പറയണം എന്നുള്ളത്, പക്ഷെ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി ക്യാരക്ടർ കണ്ട് അവർക്ക് പറയാൻ പറ്റാതെ വരുമ്പോൾ അതിന്റെ സ്ട്രെസ് കാരണം അവർക്ക് ജോലി നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ചില ആളുകളുണ്ട് ഫുൾ ടൈം ജോലി ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിരിക്കും, പക്ഷെ അവർക്ക് അപ്പോഴും നമ്മുടെ ലൈഫിലെ പലയേറെ കാര്യങ്ങൾ അവരെ ഫാമിലി മിസ്സാവുന്നുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ പ്രയാസങ്ങൾ വേറെ ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ ഒരു മിക്സപ്പ് ആയിട്ട് ജോലിയിലെ ടെൻഷനായിട്ട് സ്ട്രെസ് ആയിട്ട് വരാം. അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ജോലി സ്ഥലത്തെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ജോലി സ്ഥലത്തെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചില സമയത്ത് പ്രത്യേകിച്ചും പുതിയൊരു ജോലിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ എന്താണ് എന്റെ ജോലി, എന്താണ് എന്റെ റോള് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്ത് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ഞാൻ എത്രത്തോളം മീറ്റ് ചെയ്യണം, എത്രത്തോളം കാര്യങ്ങൾ ചെയ്തു തീർക്കണം, എന്റെ കൃത്യമായിട്ടുള്ള ഇന്ന ജോലികൾ ഇന്നതാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ആകെ ടെൻഷനായി പോകും. ഞാൻ സത്യത്തിൽ എന്റെ റോൾ എന്താണെന്നുള്ള രീതിയിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ
ചില സമയത്ത് അത് നമുക്ക് ടെൻഷൻ വരാറുണ്ട്. വർക്ക് ലോഡ് ആവണമെങ്കിൽ നമുക്ക് ടെൻഷൻ വരാറുണ്ട്. പിന്നെ നമ്മളുടെ ചെയ്യുന്ന ജോലികൾ മറ്റുള്ളവർ മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് വെക്കുക, സൂപ്പർവൈസേഴ്സ് അങ്ങനെ ആയിരുന്നെങ്കിൽ സൂപ്പർവൈസർ വരുമല്ലോ, നോക്കുമല്ലോ, സാറ്റർഡേ ആണെങ്കിൽ എല്ലാം കാണിച്ചു കൊടുക്കണമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ അതെങ്ങാനും കംപ്ലീറ്റ് ആവാതെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ടെൻഷനായിട്ട് വരാറുണ്ട്. ചില സമയത്ത് നമ്മുടെ മാനേജർ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർവൈസറുടെ സ്റ്റൈലുകൾ, നമ്മളെ നോക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സൂപ്പർവൈസ് ചെയ്യുന്ന സ്റ്റൈലുകൾ നമുക്ക് ഇഷ്ടമാകാതെ വരുമ്പോൾ അത് നമുക്ക് സ്ട്രെസ്സായി വരാം. പിന്നെ ചില സമയത്തൊക്കെ കണ്ടുവരിക നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇല്ലാതെ വരുമ്പോൾ, ജോലി ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള പേപ്പേഴ്സ്, ലാപ്ടോപ്പ്, പ്രിന്റർ, കാര്യങ്ങൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഒരു സ്കൂളിലാണെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി പുസ്തകങ്ങൾ കൃത്യമായിട്ടും ഇല്ല, അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ്സിന് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ജോലിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുമ്പോൾ അതെല്ലാം നമുക്കൊരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് വരുന്നുണ്ട്. സോ ഇത്ര തരത്തിലുള്ള പേഴ്സണൽ ആയിട്ടും വരാൻ കാരണങ്ങൾ, അതുപോലെ തന്നെ ജോലിയിലും വരാൻ നമുക്ക് കാരണങ്ങൾ. ഇങ്ങനെ കാരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്? കാരണങ്ങൾ പറഞ്ഞു, എങ്ങനെ എഫക്ട് ചെയ്യും? നമ്മളെ മാത്രമാണ് എഫക്ട് ചെയ്യുക? അല്ല, നമ്മളെയും തീർച്ചയായിട്ടും എഫക്ട് ചെയ്യും. അതുകൂടാതെ തന്നെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുക? നമ്മുടെ ജോലി സ്ഥാപനത്തിനെയും എഫക്ട് ചെയ്യും. ഇപ്പൊ എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാ കോൺസിക്വൻസ് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഹലോ ഹലോ മാം, കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും ഈ ജോലിയുടെ ഭാരം കൊണ്ടോ ടെൻഷൻ കൊണ്ടോ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെട്ടവർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാവുന്നതാണ്. ഓക്കെ, ശരി, അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. റൈറ്റ്. സോ അതിന്റെ കോൺസിക്വൻസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ അനന്തരഫലങ്ങളായിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സോ ഞാൻ രണ്ടു തരത്തിൽ പറഞ്ഞു, നമ്മുടെ കമ്പനിയിലും പ്രശ്നം ഉണ്ടാവും, നമുക്കും പ്രശ്നമുണ്ട്. കമ്പനിയിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ എങ്ങനെ പ്രശ്നം ഉണ്ടാവും? നമുക്ക് ടെൻഷൻ നന്നായിട്ട് കൂടുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ആബ്സെന്റ് ആവാം. ഇത് കൂടുതലും എഫക്റ്റ് ആവുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു എംപ്ലോയി നിലയ്ക്ക് നമുക്കല്ല കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവുക എംപ്ലോയർക്കായിരിക്കും, നമുക്ക് ജോലി ചെയ്യുന്ന ആളുകൾക്കായിരിക്കും. സോ നിങ്ങളിൽ പലരും എംപ്ലോയർ ആയിട്ട് ഉണ്ടാവും അല്ലെ, ജോലി കൊടുക്കുന്ന ആളുകളുണ്ടായിരിക്കും. അവിടെ നിങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ടുവരിക, ജോലിയുടെ ടെൻഷൻ കാരണം എന്നുണ്ടായിരിക്കും പല ആളുകളും ആബ്സെന്റ് കൂടുന്നതായിട്ട് കാണും. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും, പേഴ്സണൽ കാരണങ്ങൾ കൊണ്ടായിരിക്കും കൂടുതൽ തവണ അവർ ലീവ് എടുക്കുന്നതായിട്ട് കണ്ടുവരാം. ഇനി അതുപോലെ സമ്മർദ്ദം വളരെ ഒരുപാട് ഡ്രോപ്പ് ഔട്ട്സ് വരാം, ജോലി വേണ്ടാന്ന് വെച്ച് റിസൈൻ ചെയ്തു പോകുന്ന കഴിഞ്ഞു വരാം. ഇനി അതല്ല, നമ്മൾ എത്രയോ ടെൻഷൻ കാരണം അവിടെ തന്നെ നിലനിന്നുകൊണ്ട് പല നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള നമുക്കൊരു സപ്പോർട്ടൊക്കെ വേണ്ടതുകൊണ്ട് പോലും ഈ ടെൻഷൻ കാരണം ജോലി എന്താണോ ചെയ്യേണ്ടത് അതിന്റെ പ്രൊഡക്ടിവിറ്റി പലപ്പോഴും കുറഞ്ഞു വരാറുണ്ട്. ചെയ്യേണ്ട ജോലി സമയത്തിന് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല, ഒരുപാട് മിസ്റ്റേക്സ് വരികയാണ്, ഈ രീതിയിലൊക്കെ പ്രയാസങ്ങൾ വരും. അതുകൂടാതെ ഇപ്പോൾ നമുക്കൊരു കമ്പനി എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ടാവില്ലേ, അപ്പൊ നമ്മളുടെ ഒരു പേഴ്സണൽ ഒരാളുടെ ഒരു ടെൻഷൻ കാരണം, നമ്മളിപ്പോ എംപ്ലോയർ ആയാലും എംപ്ലോയി ആണെങ്കിലും നമ്മളുടെ ഒരു പേഴ്സണൽ ടെൻഷൻ കാരണം എന്നുണ്ടായിരിക്കും ഈ പറഞ്ഞ പോലെ മറ്റ് വ്യക്തികളുമായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തു എന്ന് വരാം. എന്തെങ്കിലും വഴക്കുണ്ടാവുക, ചോദിച്ചതിന് മറുപടി പറയാതിരിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൺഫ്ലിക്ഷൻ, കോപ്പറേഷൻ ഇല്ലാതെ വരിക, അങ്ങനെയുള്ള പ്രയാസങ്ങളും ചിലപ്പോൾ കണ്ടുവരാണ്. ഇതാണ് പ്രധാനമായിട്ട് വരുന്ന നമ്മുടെ കമ്പനിയിലുണ്ടാകുന്ന, നമ്മുടെ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന, ജോബ് സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന കമ്പനിയിലെ കോൺസിക്വൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് പ്രയാസങ്ങൾ ഉണ്ടാവും നോക്കാം. സോ ഞാനിത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു 4 തരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, എത്രത്തോളം കൃത്യമായിട്ട് നമുക്ക് ഇവയെ മനസ്സിലാക്കാൻ പറ്റുന്നോ അത്രത്തോളം എളുപ്പത്തിലും ഫലപ്രദമായിട്ടും നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാവുന്നു. സോ നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സിന്റെ അനന്തരഫലങ്ങളെ നമുക്ക് 4 തരത്തില് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിട്ട് ചെയ്യാം. സോ അതിൽ ആദ്യത്താണ് കോഗ്നിറ്റീവ്, അതായത് നമുക്ക് നമ്മുടെ ചിന്തകളിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ ഫലം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങൾ, നമുക്ക് വിഷമം തോന്നാം, അതുപോലെ നമ്മുടെ വൈകാരികമായിട്ടുണ്ടാകുന്ന കോൺസിക്വൻസ് ഉണ്ട്, നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ഉണ്ട്, അതുപോലെ നമ്മുടെ ശാരീരികമായിട്ടും അത് നമ്മളെ എഫക്ട് ചെയ്യും. സോ ഈ 4 തരത്തിലാണ് പ്രധാനമായിട്ടും നമ്മുടെ സ്ട്രെസ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു തിങ്കിങ്ങിലാണ് പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മൾ ചിന്തകളിൽ പ്രശ്നം വരും. അപ്പൊ കൂടുതലും ചിലപ്പോൾ നമ്മളുടെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് പോവാം. നമ്മൾ ടെൻഷനായിട്ട്, നമ്മൾ ജോലിയിലെ ടെൻഷനൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ വരികയാണെങ്കിൽ നേരം കൂടുതൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം, നാളെ അങ്ങനെ ചെയ്യാം, അതങ്ങനെ വേണം, ഇത് കണ്ടിന്യൂസ് ടെൻഷൻ ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുക, പിന്നെ അതിനെ കുറിച്ചിട്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ആലോചിച്ച് വറീഡായി പിന്നെയും ടെൻഷനായിട്ട് തന്നെ നിൽക്കും. സോ ചിന്തകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മോസ്റ്റ് ഓഫ് നമ്മുടെ സെന്റൻസസ് ആണ്. സോ മോസ്റ്റ്ലി എങ്ങനെയും ചിന്തിക്കുന്നുണ്ടാവുക, എന്നെ കൊണ്ട് ഒന്നും പറ്റുന്നുണ്ടാവില്ല, ഭയങ്കര ജോലിയാണ്, അങ്ങനെയൊക്കെയാണ്, എന്നെ കൊണ്ട് താങ്ങില്ല, എന്നെ കൊണ്ട് കഴിവില്ല, അങ്ങനെയൊക്കെ നമ്മൾ സെൽഫായിട്ട് ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കാം.
അതല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ഞാൻ എന്തായാലും കറക്റ്റ് ആയിട്ട് ചെയ്യണം, ഐ ഷുഡ് ബി പെർഫെക്റ്റ്, എന്തായാലും കൃത്യമായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പെർഫെക്ഷനിസം ആ ടൈപ്പ് ഓഫ് സാധനങ്ങൾക്ക് വരുന്നത്. അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോണ്ടാവും അതിനെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ എഗെയിൻ നമ്മളതിനെ ഇൻഫിയർ ആയിട്ട് നമ്മൾ ചിന്തിച്ചു വരാം. അതല്ലെങ്കിൽ ചിലപ്പോൾ വിചാരിക്കുമോ ഞാൻ എന്തായാലും ഞാൻ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയും, മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യും, സോ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ചിന്തിച്ചു വരാം. സോ നമ്മുടെ ടെൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ തരത്തിലുള്ള നമ്മുടെ തിങ്കിങ് സ്റ്റൈൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തിങ്കിങ് പാറ്റേൺ ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഹോപ്പ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യാം, ജോലി വേണ്ട, മടുത്തു, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, എനിക്ക് ഭാരമാണ്, ഈ രീതിയിലൊക്കെ നമുക്ക് ചിന്തകളിൽ നമുക്ക് പോയി വരും. സോ നമ്മൾ ആലോചിക്കുന്ന മുഴുവൻ ഈ തരത്തിലുള്ള വേർഡ്സുകളായിരിക്കും, ഈ തരത്തിലുള്ള സെന്റൻസുകളായിരിക്കും. മോസ്റ്റ്ലി അത് നെഗറ്റീവ് സൈഡിലോട്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ നമുക്ക് ടെൻഷൻ തോന്നുന്നത്. സോ അങ്ങനെയായിരിക്കും വരുന്നത്. അത് സമയത്ത് നമുക്ക് ഇമോഷണൽ ആയിട്ടാണെങ്കിലോ നമുക്ക് ടെൻഷൻ വരുന്നു, ആകെ ഉത്കണ്ഠയാക്കുന്നു, ചില സമയത്ത് മൂഡ് സ്വിങ്സ് വരുന്നു, ചില സമയത്ത് വിഷമിച്ചിട്ടിരിക്കും, ചില സമയത്ത് ആകെ ദേഷ്യത്തില് ആകെ എക്സൈറ്റ്മെന്റ് ഇരിക്കും, ചില സമയത്ത് റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കും, കുറ്റബോധം തോന്നാം, അതുപോലെ തന്നെ വിഷമാണ്, ഒറ്റയ്ക്കാണ്, ആരുമില്ല, ഒന്നിനൊരു മോട്ടിവേഷൻ ഇല്ല, ഫുൾ അലസായിട്ട് ഇരിക്കുന്നു, മടുപ്പ് തോന്നുന്നു, ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞു വരാറുണ്ട്. സോ ഇതൊക്കെ രീതിയിൽ ഇപ്പൊ സിംഗിൾ ആയിട്ടുള്ള നമ്മൾ ഒരു ജോലിയിൽ അല്ലെങ്കിൽ ജോലി സമ്മർദ്ദം കൊണ്ട് ഉത്കണ്ഠ മാത്രമല്ല തോന്നുക, അല്ലെങ്കിൽ വിഷമം മാത്രമല്ല തോന്നുക. നമുക്കൊരു ഇമോഷൻസ് എന്ന് പറയുന്നത് പലപ്പോഴും കോംപ്ലക്സ് ആയിരിക്കും. ഒരുപാട് സിമ്പിൾ ഇമോഷൻസിന്റെ ഒരു കോംപ്ലക്സ് ഫോമിലാണ് അത് പ്രസന്റ് ചെയ്യാറ്. അപ്പൊ നമ്മളിതെല്ലാം മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയൊരു കുറ്റബോധം തോന്നുക വെച്ചാൽ കുറ്റബോധത്തിന് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു എന്തെങ്കിലും ഒരു ചിന്ത ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരിക്കും അവിടെ പലപ്പോഴും. അല്ലെങ്കിൽ ടെൻഷന് അല്ലെങ്കിൽ ആങ്സൈറ്റിനെ റിസൾട്ട് ചെയ്യുന്ന എന്തെങ്കിലും രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ലോൺലി ആണെന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ ഒറ്റപ്പെട്ടു, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. സോ ചിന്തകളുടെ ഫലമായിട്ടുണ്ടാകുന്ന ഇമോഷൻസിലും ചില വ്യത്യാസമുണ്ട്. സോ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഇമോഷൻസ് നമുക്ക് കണ്ടുവരും. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ എങ്ങനെയാണ് അത് റിഫ്ലക്ട് ചെയ്യുക, എങ്ങനെയാണ് അത് പ്രതിഫലിച്ചു വരുന്നത്. പലപ്പോഴും ജോലിയുടെ ടെൻഷൻസ് ഒക്കെ കാരണം നമുക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മൾ നോക്കിയിരുന്നത്, നമ്മളിപ്പോൾ സിസ്റ്റത്തിലേക്ക് നോക്കിയിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നോക്കിയിരിക്കുന്നുണ്ടാവും. പക്ഷെ ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഞാൻ എന്താ ചെയ്തതെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ മറന്നു പോവാണ്. കാരണം എന്താ, ശ്രദ്ധിച്ചിട്ടല്ല വായിക്കുന്നത്. നമ്മുടെ ബ്രെയിൻ ഫുൾ നമ്മുടെ ടെൻഷന്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുകയാണ്. സോ ചെയ്യുന്ന ആക്ടിവിറ്റി നമ്മൾ മെക്കാനിക്കലായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോവാണ്. സോ ഫോക്കസ് ഇല്ലാതെ വരുന്ന അവസ്ഥ. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യും, വർക്ക് ലോഡ് ആവും. അപ്പൊ ലോങ് ടൈം ഇരുന്നിട്ട് നൈറ്റ് ഒക്കെ ഇരുന്നിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഈ ഒരു ടെൻഷൻ കാരണമൊക്കെ അതിനെ മറക്കാൻ വേണ്ടി പലപ്പോഴും കൂടുതൽ അഡിക്ഷൻസിലേക്ക് മാറും. കൂടുതലും പുരുഷന്മാരാണ് അങ്ങനെ വരാറുള്ളത്. ആൽക്കഹോള്, സിഗരറ്റ്സ്, നിക്കോട്ടിൻ, ഇതുപോലെ പല പല അഡിക്ഷനിലേക്ക് മാറിയെന്ന് വരാം. പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല, മറന്നു പോവാണ് കാര്യങ്ങൾ. പലപ്പോഴും ഈ ലോൺലെസ് ഫീലിംഗ് കാലം മറ്റുള്ളവരിന്ന് ഒറ്റപ്പെട്ടിരിക്കാം. കൂടുതൽ സമയങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാതും അവോയ്ഡ് ചെയ്ത് സന്തോഷമൊന്നും വേണ്ട, എൻജോയ്മെന്റ് ഒന്നും വേണ്ട, ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പോണ്ട, ഈ രീതിയിലൊക്കെ അങ്ങനെ ഇരിക്കാം. പിന്നെ ചില സമയത്ത് എനിക്ക് ഇന്ന് വയ്യ, നാളെ ചെയ്യാം, ഇന്ന് വയ്യ എന്നുള്ള രീതിയിൽ എല്ലാം അങ്ങനെ മാറ്റി മാറ്റി വെക്കാം. സ്വന്തം കാര്യങ്ങൾ നോക്കാതിരിക്കാം. ചില സമയത്ത് ദേഷ്യത്തിന്, ജോലിയിലെ ടെൻഷനിലെ ദേഷ്യത്തിന് ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ അടുത്തോ ഭാര്യയുടെ അടുത്തോ കാണിക്കാം, കുട്ടികളുടെ അടുത്ത് കാണിക്കാം. ബോസിന് തല്ലാൻ പറ്റാത്ത ദേഷ്യത്തിന് വീട്ടിൽ വന്നിട്ട് ഭാര്യയുടെ അടുത്ത് വഴക്കുണ്ടാക്കാം. അങ്ങനെയുള്ള കുറെ ബിഹേവിയർ പ്രശ്നങ്ങളും നമുക്ക് സ്വഭാവപരമായിട്ട് നമ്മുടെ പെരുമാറ്റത്തിലും ഒക്കെ കണ്ടുവരാറുണ്ട്. പിന്നെ ഞാൻ അവസാനം പറഞ്ഞത് നാലാമത്തെ കാര്യം, ഫിസിക്കലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി വരാറുണ്ട്. ഫിസിക്കലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിക്ക് ടെൻഷൻ ഒരുപാട് ഓവർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കൂടെ ഇതിനോട് പ്രതികരിക്കാൻ തുടങ്ങും. അപ്പൊ അത് ഏത് രീതിയിലാണ് വരുന്നത്, നമുക്ക് ചിലപ്പോൾ തലവേദനകളായിരിക്കും, കണ്ടിന്യൂസ് തലവേദനകൾ, മസിൽ പെയിന്, ബോഡി പെയിന്, കൃത്യമായിട്ട് നമുക്ക് സ്ഥലം പറയാത്ത തരത്തിൽ അവിടെ ഷോൾഡർ പെയിന്, നെക്ക് പെയിന്, കാലിന്റെ വേദന, വയറുവേദന, ദഹന പ്രശ്നങ്ങൾ, വൊമിറ്റ് ചെയ്യാൻ വരല്, എപ്പോഴും വിയർക്കുക. ടെൻഷൻസ് ഒക്കെ ഉള്ളവർ ചിലർ പറഞ്ഞിട്ടുണ്ട് കൈയിന്റെ അടിയിലൊക്കെ എപ്പോഴും വേർത്തിട്ടാണ് ഇരിക്കുക. പിന്നെ ചില സമയത്ത് തലയ്ക്ക് ഭയങ്കര വെയിറ്റ് തോന്നുക, തലയ്ക്ക് കനയില്ല എന്ന് തോന്നുക, ചിലർക്ക് കന ഉണ്ടെന്ന് തോന്നുക, നെഞ്ചിരിപ്പ് കൂടാം, ശ്വാസം മുട്ടല് വന്നു പോലെ തോരാം, തൊണ്ടയിൽ ഭയങ്കര വെള്ളം വറ്റിരിക്കുകയാണ്, കണ്ണു മങ്ങിയ പോലെ തോന്നുകയാണ്. ചില സമയത്ത് ഒന്നും സെൻസേഷൻ ഫീൽ ചെയ്യുന്നില്ല എന്ന് കൊണ്ടുവരും, തൊട്ടാലൊന്നും അറിയുന്നില്ല. ചിലപ്പോൾ ഒരാളെങ്കിലും വിളിച്ചാൽ ഞാൻ അറിയുന്നില്ല, ഞാൻ ഇങ്ങനെ നിന്ന് ആലോചിച്ചുകൊണ്ട് പോവാണ്, എനിക്ക് ഉറക്കം ശരിയാവണില്ല, വിശപ്പില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഇങ്ങനെയുള്ള പല രീതിയിലും വരാം. സോ ഫിസിക്കലായിട്ട് നമുക്ക് ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 4 കണ്ടീഷനിൽ എന്റെ സ്ട്രെസ്, അതിപ്പോ ജോബിലാവട്ടെ അതല്ലാതെ ആവട്ടെ, ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് വരുന്നത്, എനിക്ക് ഈ 4 ലെവലുകളിൽ എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമുക്കതിനെ മാറ്റാനായിട്ട് എളുപ്പം പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 4 കണ്ടീഷൻസും ഇങ്ങനെ ഒരു സൈക്കിൾ രീതിയിലാണ് പോകുന്നത്. നമുക്ക് ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവും. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ടെൻഷനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി നോക്കിയാൽ അതിനോട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തിങ്ക് ചെയ്യും, എന്ത്, ഓ അങ്ങനെ തന്നെ എനിക്ക് പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണല്ലോ, അല്ലെങ്കിൽ ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ മോശം വിചാരിക്കും. ഈ കൈൻഡ് ഓഫ് എന്തെങ്കിലും ഇതുപോലുള്ള ചിന്തകളോ കാര്യങ്ങളോ നമുക്ക്
കിടക്കുന്നുണ്ടായിരിക്കും. സോ ഈ ചിന്ത എന്നുണ്ടാവും ഒരു ഇമോഷനെ ആക്ടിവേറ്റ് ചെയ്യും. നമുക്ക് ടെൻഷൻ, ദേഷ്യം, അല്ലെങ്കിൽ സാഡ്നെസ്, ഇതുപോലെ എന്തെങ്കിലും ഇമോഷനും ഈ ഇമോഷനും കൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ അത് ബിഹേവിയറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് ഓവറായി വരുന്ന സമയത്തും അല്ലാതെയും നമ്മുടെ ശരീരത്തിൽ കാണും. ശരീരത്തിൽ നമ്മളിങ്ങനെ വേദനകളും കാര്യങ്ങളാവുമ്പോൾ എന്തുണ്ടാവും, എഗെയിൻ അയ്യോ അപ്പൊ ശരി തന്നെയാണ്, എനിക്ക് തീരെ പെർഫോം ചെയ്യാൻ പറ്റില്ല, എനിക്ക് വയ്യാലോ, എഗെയിൻ സിറ്റുവേഷൻ അവിടെ തന്നെ നിൽക്കുകയാണ്, സ്ട്രെസ് അവിടെ തന്നെ നിൽക്കുകയാണ്, പക്ഷെ എനിക്ക് തീരെ വയ്യ, ശാരീരികമായിട്ടും മാനസികമായിട്ടും വയ്യ എന്ന് അറിയിക്കുമ്പോൾ എഗെയിൻ നമ്മുടെ ഈ നേരത്തെ ആദ്യം പറഞ്ഞ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടല്ലേ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന കാര്യത്തിന് എഗെയിൻ ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ എഗെയിൻ എന്തുണ്ടാവും, വീണ്ടും നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാവും, വീണ്ടും നെഗറ്റീവ് ബിഹേവിയർ ഉണ്ടാവും, വീണ്ടും ഫിസിക്കൽ സിംറ്റംസ് കൂടുതൽ പേഴ്സണും. ഇത് ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ മാനേജ് ചെയ്യും എന്നത് വരെ. സോ എപ്പോഴാണ് നമ്മളിത് മാനേജ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിത് ഓരോന്നിനും ഐഡന്റിഫൈ ചെയ്യുക. ഈ ഓരോന്നിനെയും നമ്മൾ കണ്ടുപിടിച്ച് നമ്മളതിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഓക്കെ, സോ ഇത് കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഉണ്ടാവും, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ കുറച്ച് നാളത്തിന് നിൽക്കാം, ലോങ് ടേം ആയിട്ട് നിൽക്കാം, ഷോർട്ട് ടേം ആയിട്ട് നിൽക്കാം. ഒരുപാട് ലോങ് ടേം ആയിട്ട് വരികയാണെങ്കിൽ എന്താ കുഴപ്പമുണ്ടായിരിക്കുക, നമുക്കതൊരു കുറച്ചൊരു മെന്റൽ ഡിസോർഡർ അല്ലെങ്കിൽ മെന്റൽ ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനിലേക്ക് മാറും. മെന്റൽ ഇൽനെസ്സിലേക്ക് അങ്ങനെ മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിലിപ്പോ വിഷാദരോഗം അല്ലെങ്കിൽ എന്താ പറയുക ആങ്സൈറ്റി എന്തെങ്കിലും ഡിസോർഡേഴ്സ് വരാം, മൈഗ്രെയിൻ പോലുള്ള ഡിസോർഡേഴ്സ് വരാം, അതുപോലെ തന്നെ ഡയബറ്റിസ്, BP, ഹാർട്ട് ഡിസീസ്, സ്റ്റൊമക് പ്രോബ്ലം, അൾസർ, സൈക്കോസൊമാറ്റിക് ഇൽനെസ്, തുടർച്ചയായിട്ടുള്ള സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ഇൻസോംനിയ, വെയിറ്റ് ഗെയിന്, ഇതുപോലുള്ള ഒരുപാട് ഫിസിക്കലി ആയിട്ടും മെന്റലി ആയിട്ടുള്ള നമുക്ക് ഒരുപാട് ഇഷ്യൂസ് നമുക്ക് വരാം. ഇത് നമ്മൾ മാനേജ് ചെയ്യാതെ ഒരുപാട് കാലം ഇങ്ങനെ സഹിച്ച് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ലോങ് ടേം ആയിട്ട് സ്ട്രെസ്സിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും. അത്തരത്തിലുള്ള കണ്ടീഷനിലൊക്കെ നമ്മളൊരു പ്രൊഫഷണലിന്റെ ഒരു ഹെൽപ്പ് നമുക്ക് തീർച്ചയായിട്ടും വേണ്ടി വരും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിന്റെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ പറഞ്ഞത്, സിംറ്റംസ് ആയിട്ട് പറഞ്ഞത്. സോ നമ്മളിത് കണക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് തോന്നാം ഓക്കെ എനിക്ക് മാത്രമാണ് ഉള്ളത് എന്ന് ചിലർക്ക് തോന്നാറുണ്ട്. എന്റെ കമ്പനിയിൽ അവനൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ട് നടക്കുന്നില്ലോ, അവളൊക്കെ എല്ലാം ഹാപ്പി ആയിട്ട് നടക്കുന്നുള്ളൂ, പക്ഷെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലപ്പോഴും ഇടുന്നത്. പക്ഷെ നമ്മളൊരു മനസ്സിലാക്കേണ്ട വസ്തുത എന്താണ്, ഒരു ജോലി സ്ഥലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 5-ൽ എന്താ പറയുക ഒരാൾക്കെങ്കിലും ഈ പറഞ്ഞ പോലെ മെന്റൽ ഹെൽത്ത് കണ്ടീഷനായ സ്ട്രെസ് ഉണ്ടായി വരുന്നുണ്ട്. അതുകൂടാതെ വേറെ കണക്കുകൾ പറയുകയാണെങ്കിൽ അതിലിപ്പോ മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് സിംറ്റം ആയിട്ട് പറയുകയാണെങ്കിൽ 92%, 92% ജോലിക്കാരും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ 41% മെന്റൽ ഹെൽത്ത് കണ്ടീഷനോ അല്ലെങ്കിൽ സിംറ്റംസ് ആയിട്ടൊന്നുമില്ല, ബട്ട് എങ്ങനെയൊക്കെയോ എന്റെ മാനസിക ആരോഗ്യത്തിനെ എന്റെ ജോലിയിൽ ടെൻഷൻ ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്ട്രെസ്സാണ് ജോലിയെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഉറക്കത്തിന് പ്രശ്നങ്ങൾ 65% ആളുകൾക്ക് കാണുന്നു. മൂഡ് സ്വിങ്സ്, ആങ്സൈറ്റി പ്രോബ്ലം, ഇതൊക്കെ സർവ്വസാധാരണയായിട്ട് ആളുകളിൽ കണ്ടുവരുന്ന ഒരു കാര്യങ്ങളാണ് ഇതിന്റെ സിംറ്റംസ് ആയിട്ട്. സോ നമുക്ക് മാത്രമല്ല ഇത് കോമൺലി എല്ലാവർക്കും ഉള്ളതാണ്. ബട്ട് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ആൾക്കാർ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ മടിച്ചു നിൽക്കുന്നു. സർവ്വസാധാരണ അല്ലേ എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും ചിലര് വിട്ടുകളയുന്നു. അല്ലെങ്കിൽ ചില ആളുകൾ ഇത് ഞാൻ എങ്ങനെ ഒരാളോട് പറയും, ഇത് ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, മാനേജ് ചെയ്തുകൂടെ എന്നാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. സോ എങ്ങനെ ഞാനതൊരു പ്രോബ്ലം ആയിട്ട് അവതരിപ്പിക്കും എന്നുള്ള കൺഫ്യൂഷനിൽ 75% ആളുകളും അങ്ങനെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ 2019 ഇന്ത്യയിൽ നടത്ത സർവേയിൽ പറയുന്നത്. അതിൽ പക്ഷെ തന്നെ ഈ 89% ജോലിക്കാരായിട്ടുള്ള ഇന്ത്യൻസിന് ഈ ജോബ് സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതിൽ 75% ആൾക്കാർ പ്രൊഫഷണൽ ഹെൽപ്പ് നോക്കുന്നേ ഇല്ല. കൂടുതലും ഈ ഒരു ഏജ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ 35 തൊട്ട് 49 വരെയുള്ള ഏജിലുള്ള ആളുകൾക്കാണ് കൂടുതലും ജോബ് സ്ട്രെസ് നിൽക്കുന്നതാണ് പറയുന്നത്. പല കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. കാരണം നമുക്ക് റെസ്പോൺസിബിലിറ്റി, ഫാമിലി റെസ്പോൺസിബിലിറ്റിയും കൂടാണ്. നമ്മുടെ പീക്ക് ഏജ് എന്ന് പറയുന്നതാണ് ജോലിയുടെ കാര്യങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പേഴ്സണൽ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസിന്റെ പീക്ക് ലെവലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ ഒരു ഏജ് എന്ന് പറയുന്നത് ഒരു ജോബ് സ്ട്രെസ്സിന്റെ ഒരു മാക്സിമം ഒരു ഏജ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ രണ്ട് ജെൻഡറിലും കണ്ടുവരുന്നുണ്ട്, സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ തന്നെ ഈ ഒരു അവസ്ഥ കണ്ടുവരുന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ എന്താ, നമ്മുടെ കോവിഡ് അല്ലെ, ഈ കോവിഡ് പാൻഡമിക് നിൽക്കുകയാണ്, ലോക്ക്ഡൌൺസ് വന്നു, പലപ്പോഴും ജോബൊക്കെ മിക്കവാറും എന്താ പറയാ വർക്ക് ഫ്രം ഹോം ആയി. ഇപ്പൊ കുറെയൊക്കെ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു കണ്ടീഷൻ വന്നപ്പോൾ പലരുടെയും ജോബ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതിന്റെ പലപ്പോഴും എന്താ പറയാ ശമ്പളത്തിൽ നിന്ന് വ്യത്യാസം വന്നു, റിഡക്ഷൻ ചെയ്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ജോബിന്റെ സിറ്റുവേഷനിൽ പലപ്പോഴും ഈ ഒരു കോവിഡ് കാരണം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിലിപ്പോ ഈ റീസെന്റ് 2020 നടത്തിയ സർവേ പ്രകാരം പറയുന്നത് 50% ആളുകൾക്കും എന്റെ നാളെ എങ്ങനെയായിരിക്കും, ഈ ജോലിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്, എന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും ആലോചിച്ചിട്ടുള്ള ടെൻഷൻസ് ആണ്. അതുപോലെ ഇതിന്റെ ഫിനാൻസ് എങ്ങനെയായിരിക്കും, എന്റെ കരിയർ ഡെവലപ്മെന്റ് എങ്ങനെ, കുട്ടികളുടെ ഭാവി, എഡ്യൂക്കേഷൻ, ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്റെ ഇൽ ഹെൽത്ത്, പാരന്റ്സിനെ നോക്കേണ്ടത്, ഇതെല്ലാം നമുക്ക് ഈ ഒരു കോവിഡ് സിനാരിയോയിൽ തന്നെ വളരെയധികം ടെൻഷനായിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വരെ നമുക്ക് പറയുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്
എനിക്കും ഉണ്ടായിരിക്കും, മറ്റൊരാൾക്കും ഉണ്ടായിരിക്കും, നമ്മൾ ചുറ്റിലും കാണുന്നവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ ഒരേ സ്ട്രെസ് ഉണ്ടായിരിക്കും. ലൈക്ക് ഇപ്പൊ ഒരു ബോസിന്റെ ഒരു ടെൻഷൻ ആണെങ്കിൽ നമ്മൾ സെയിം ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ എന്റെ ടെൻഷൻ വളരെ അധികമാണ്. പക്ഷെ സെയിം സിറ്റുവേഷൻ അല്ല എന്റെ കൂട്ടുകാരുടെ ടെൻഷൻ അത്രത്തോളം കാണുന്നില്ല. അവൻ ഏബിൾ ആവുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? സോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്തുകൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരുപാട് ക്വാളിറ്റീസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാ വരുന്നത് വെച്ചാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ആണെന്നാണ് കണ്ടുവരുന്നത്. റീസെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയാ വരുന്നത്. പക്ഷെ കുറെ പഠനങ്ങൾ പറയുന്നത് എന്നിരുന്നാലും സ്ത്രീകൾക്ക് കുറച്ച് ടെൻഷൻ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം വീട്ടിലെ റെസ്പോൺസിബിലിറ്റി, ജോലിയിലെ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ ശമ്പളം താരതമ്യേന കുറവായിട്ടൊക്കെ പറഞ്ഞു വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരുപാട് ബെറ്റർ ആണ്. എന്നിരുന്നാൽ കൂടെ അത്തരം കണ്ടീഷനിൽ സ്ത്രീകൾക്ക് പൊതുവെ ജോബ് സ്ട്രെസ് കൂടുതലായിട്ട് വരാറുണ്ട്. അതുപോലെ സെൽഫ് എസ്റ്റീം കുറവുള്ള ആളുകൾ, അതായത് അവനവനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫ് വാല്യൂ ഇല്ല, ഞാൻ എന്താണ് ഏതാണെന്നുള്ളൊരു ധാരണ. ആ ധാരണ കുറച്ച് നെഗറ്റീവ് സൈഡിലോട്ടാണ് നിൽക്കുന്നത് വെച്ചാൽ സ്ട്രെസ് കൂടുതൽ എളുപ്പത്തിൽ മറ്റുള്ളവർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ, നല്ല രീതിയിൽ ഹാർഡായിട്ട് പെർഫോം ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ഞാൻ എന്ത് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ള തീരുമാനം ഉറച്ച നിശ്ചയദാർഢ്യം ഉള്ളവരൊക്കെ ആണെങ്കിൽ സ്ട്രെസ് അധികം വന്ന് അവരെ എഫക്ട് ചെയ്യില്ല. സെയിം സിറ്റുവേഷൻ ആണെങ്കിൽ അതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റി, ക്യാരക്ടർ നമ്മളെ എന്താ പറയാ എഫക്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈപ്പ് എ പേഴ്സണാലിറ്റി, ബി പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും. ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റിക്കാരെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിരിക്കും. എനിക്ക് നേടണം, അങ്ങനെയൊക്കെ വേണം എന്നൊക്കെ വെച്ചാൽ ഭയങ്കര സ്ട്രിക്ട് റൂൾസ് ഒക്കെ വയ്ക്കും. ഞാൻ ഇങ്ങനെ ചെയ്യണം, എന്റേതായിട്ടുള്ള ലിമിറ്റുകളൊക്കെ, അവനവൻ്റെതായിട്ടുള്ള കഴിവുകളൊക്കെ അവരിങ്ങനെ ഭയങ്കര ഹയർ വേർഷനിലേക്ക് എത്തിക്കും. അതൊക്കെ അച്ചീവ് ചെയ്യണം, അച്ചീവ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള സ്ട്രിക്ട് റൂൾസ് ഒക്കെ വെക്കുന്ന ഒരാളുകളാണ് അവരൊക്കെ. അപ്പൊ അവരൊക്കെ ആണെങ്കിൽ എന്തുണ്ടാവും, അത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിന് ബാഹ്യമായിട്ടുള്ള കുറെ സ്ട്രെസ്സസ് വരുമ്പോൾ അവർ സെൽഫായിട്ട് ഡീവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നെഗറ്റീവായിട്ട് അവർ തന്നെ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും. സോ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരുപാട് വ്യത്യാസമുണ്ട്. സോ മറ്റുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എനിക്ക് ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമ്മൾ ഇത്രയും പറഞ്ഞു, കാരണങ്ങൾ പറഞ്ഞു, സിംറ്റംസ് വന്നു, ഇതൊക്കെ നമുക്ക് സ്വയം മനസ്സിലായി അല്ലെ. ഇനി ഞാൻ എങ്ങനെ അതിനെ മാനേജ് ചെയ്യും? ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് അല്ലെ. എങ്ങനെ ഞാൻ ഇതിനെ എന്റെ ഈ സ്ട്രെസ്സിനെ ഞാൻ മാനേജ് ചെയ്ത് ശരിയാക്കും. അപ്പോൾ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും രണ്ട് തരത്തിൽ നമ്മൾ ചിന്തിച്ചേ പറ്റും. ഇതിപ്പോ ഞാൻ എഴുതിയിരിക്കുന്നത് ഇൻഡിവിജ്വൽ ലെവലിൽ നോക്കണം, ഓർഗനൈസേഷൻ ലെവലിൽ നോക്കണം. ഇൻഡിവിജ്വൽ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെസ് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യും അല്ലെ. സംടൈംസ് നമുക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടി വരും. പക്ഷെ മോസ്റ്റ്ലി നമ്മൾ ഈ ഷോർട്ട് ടേം ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിലും നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വൽ ലെവലിൽ നമ്മൾ അതിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ നമ്മളൊരു എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ല രീതിയിലുള്ള പെർഫോമൻസ്, നമ്മുടെ ജീവനക്കാരുടെ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെസ് മാനേജ്മെന്റ് എന്ന രീതിയിൽ ഒരു ഓർഗനൈസേഷണൽ ലെവലിലും നമ്മൾ എന്ത് ചെയ്യണം, അത്തരം കാര്യങ്ങളിൽ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് കൺസിഡർ ചെയ്യേണ്ട ഒരു വസ്തുത. നമ്മൾ എംപ്ലോയർ ആണെങ്കിൽ നമ്മളതൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അല്ല എന്തൊക്കെയാണ് നോക്കേണ്ടത്, നമ്മളിപ്പോ ഒരു കൃത്യമായുള്ള ഒരു പ്രോബ്ലം അറിയാം. അതായത് എന്റെ ജോലിയിൽ കൃത്യമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, എനിക്ക് ഇന്ന ടൈമിന് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെയാണ് ഒരു അവസ്ഥ എന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ പ്രോബ്ലം. അത് നമ്മൾ എനിക്ക് പറ്റുന്നില്ലല്ലോ, എന്ത് ചെയ്യും, അയ്യോ എന്ന് ആലോചിച്ചിട്ടിരിക്കുന്നതിന് പകരം എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ആ പ്രോബ്ലത്തിന്റെ കൺട്രോൾ നമ്മൾ മുഴുവൻ എടുക്കുക. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കുക. എനിക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക, എനിക്ക് ആരുടെയും അസിസ്റ്റൻസ് എടുക്കാൻ പറ്റുമോ, ഗൈഡൻസ് എടുക്കാൻ പറ്റുമോ, ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യണം, ഈ രീതിയിൽ നമ്മൾ അതിനെ കുറച്ചുകൂടെ കൃത്യമായിട്ടൊരു പ്രോബ്ലത്തിനെ ഒരു പ്രോബ്ലമായിട്ട് മാത്രം കാണുകയും എന്നിലേക്ക് അത് എടുത്തു വെച്ച് ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രയാസമായിട്ട് അതിനെ കൺസിഡർ ചെയ്യാതെ പ്രോബ്ലമാണ്, അതിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് ആറ്റിറ്റ്യൂഡിൽ നമുക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാവും കുറെയൊക്കെ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ നല്ല അസേർട്ടീവ് ആയിട്ടിരിക്കണം. അതായത് ചില കാര്യങ്ങൾ യെസ് നോ എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പനിയിലെ മറ്റു ജീവനക്കാരായിട്ട് നമ്മുടെ ബോസുമായിട്ടൊക്കെ സംസാരിക്കാനും ഒക്കെ നമ്മൾ സമയം എടുക്കുക. നമ്മുടെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിലോട്ട് ഒതുക്കി വെച്ച് നിർത്തുന്ന സംവിധാനം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ജോലിയിൽ നമ്മൾ കൃത്യമായിട്ടുള്ള എന്താ പറയുക ബൗണ്ടറീസും കാര്യങ്ങൾ വെക്കണം. ലൈക്ക് അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ഈ രാവിലെ 10 മണി തൊട്ട് അല്ലെങ്കിൽ രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതിന് പകരം നമ്മൾ ടൈം ബ്രേക്കുകൾ നമ്മൾ എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇന്റർവൽ ടൈം, നമ്മൾ ഒരു ടീ ടൈം, ലഞ്ച് ടൈം അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ അത്യാവശ്യം ആ ഒരു പറഞ്ഞിരിക്കുന്ന സമയം തന്നെ മറ്റുള്ളവരോട് ഇടപഴകാനും ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും റെസ്റ്റ് ചെയ്യാനും ഒക്കെ സമയം എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ ജോലി സമയങ്ങൾ കൃത്യമായിട്ടുള്ള ലിമിറ്റുകൾ വെക്കുക. അധികം നേരം നമ്മൾ ഓവർ വർക്ക് ചെയ്യാതിരിക്കുക. കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ലീവ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബൗണ്ടറീസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ കുറേയൊക്കെ നമ്മളെ ജോബ് സ്ട്രെസ് ആ രീതിയിൽ നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും.
അതുപോലത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും പറയുന്നത് എനിക്ക് ടൈം പറ്റുന്നില്ല, എനിക്ക് സമയത്തിന് ജോലികളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റണില്ല, അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അപ്പൊ അത് പ്രയാസമായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. സോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നമ്മുടെ ജോലികൾ പല തരത്തിലുണ്ടായിരിക്കും, പല ലെവൽസുകൾ ഉണ്ടായിരിക്കും അല്ലെ. സോ അത്തരം ലെവലുകളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, നമ്മൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ്, ഏറ്റവും ആദ്യം ചെയ്തു തീർക്കേണ്ട കാര്യമാണ്. സോ നമ്മളത് ഫസ്റ്റ് ടാസ്ക്, മറ്റേത് സെക്കൻഡ് ടാസ്ക്, മറ്റേത് തേർഡ് ടാസ്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ, നമ്മൾ ഫസ്റ്റ് ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലാസ്റ്റുള്ള ടാസ്കിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ പാടില്ല. ആദ്യത്തേത് ചെയ്തതിന് ശേഷം എന്റെ രണ്ടാമത്തേത്, പിന്നെ അതിനുശേഷം ഞാൻ എന്റെ മൂന്നാമത്തേത്. ഈ രീതിയിൽ നമ്മൾ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ടൈം പാറ്റേൺ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെയൊക്കെ നമുക്കതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ്, പല ആളുകളും മൾട്ടി ടാസ്കിംഗ് ആയിട്ട് ചെയ്തു വരാറുണ്ട്. ഇവിടെ നമ്മൾ ഒരു സിസ്റ്റത്തിൽ ഒരു കാര്യം ചെയ്യും, അപ്പൊ തന്നെ നമ്മൾ ബുക്കിൽ വേറൊരു കാര്യം ചെയ്യും, അപ്പൊ തന്നെ നമ്മൾ ഫോൺ വിളിച്ചിട്ട് വേറൊരു കാര്യം ചെയ്യും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്നും പൂർണ്ണതയില്ലാതെ വരും, അപ്പൊ എല്ലാം ഇങ്ങനെ പെൻഡിങ് ആയിട്ട് വരും. അങ്ങനെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ ഓരോന്നും കൃത്യമായി തീർന്നതിന് ശേഷം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഈ ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മിക്കവാറും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് കൊഗ്നിറ്റീവ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചിന്താപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ സ്വയം ആലോചിക്കുക, ഞാൻ എന്താണ് ആക്ച്വലി ചിന്തിക്കുന്നത്. നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത്, അതിപ്പോ ഞാൻ ജോബ് സ്ട്രെസ് എന്നുള്ള ഇതിൽ മാത്രമല്ല പറയുന്നത്, നമുക്ക് എന്ത് തരത്തിലുള്ള സ്ട്രെസ് ആണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഞാൻ എന്താണ് ആക്ച്വലി ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ എന്താണ് ആലോചിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മളൊന്ന് ഉള്ളിലേക്ക് ചിന്തിച്ചാൽ നമ്മുടെ ചിന്തകളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ അതെന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേർഡ്സുകളായിരിക്കും. അങ്ങനെ വേർഡ്സുകളാണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാത്ത ചിന്തകളാണല്ലോ. സോ ഞാൻ അതിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്യും, ഞാൻ എങ്ങനെ അതിനെ മാറ്റും എന്ന് നമ്മൾ അതിനെ വർക്ക്ഔട്ട് ചെയ്യും. പോസിറ്റീവ് ഫീലിങ്സിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് നമ്മൾ ടെൻഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിൽ എൻജോയ്മെന്റ് കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന മറ്റു പല ആക്ടിവിറ്റീസിലും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അതിൽ എൻഗേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫിസിക്കൽ ആയിട്ടുള്ള റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ നമ്മളതിന് സമയം കണ്ടെത്തുക. ഇപ്പൊ നമ്മൾ കൂടുതലും ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, പലപ്പോഴും ക്ലബ്ബിൽ പോവുക, ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സമയം ഇല്ല എന്നുള്ളതിന്റെ പേരിൽ നമ്മളത് മാറ്റി വെക്കരുത്. നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വരുന്നൊരു കണ്ടീഷനാണ് മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയും. അതായത് ബീയിങ് ദ പ്രസന്റ് മൊമെന്റ് ഒക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും. അതായത് കുറച്ചും കൂടെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സിമ്പിളായി പറയാനും എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. അത് എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിലും ഭാരമായി കണക്കാക്കാൻ നമ്മുടെ തിങ്കിങ് എററിലുള്ളത് കൊണ്ടാണ്. അതിന് അങ്ങനെയല്ലാതെ കുറച്ചും കൂടെ എന്താ പറയുക, നല്ല രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ പോലുള്ള പ്രാക്ടീസസ്, സെൽഫ് സൂത്തിങ് പോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യുന്നത് ഈ ഫിസിക്കൽ റിലാക്സേഷനും അതുപോലെ മെന്റൽ കാംനെസ്സിനൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് എന്നെക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ പറയുക, ആക്സെപ്റ്റ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിന് പുറത്തുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ, നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അത് എന്താ ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ പ്രോബ്ലം സൊല്യൂഷൻ എന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേയേറെ കണ്ടീഷൻസ് നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, എന്തൊക്കെ ചെയ്തു എന്നെ കൊണ്ട് പറ്റണില്ല എന്നാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്, നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലേഴ്സ് പോലുള്ള മനഃശാസ്ത്ര വിദഗ്ധരുടെ അടുത്ത് വന്നാൽ നമ്മുടെ പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ സീക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് എന്റെ തിങ്കിങ് സ്റ്റൈൽ, എന്താണ് എന്റെ പ്രശ്നം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞു, പലപ്പോഴും ജോബ് സ്ട്രെസ് എന്ന് പറയുന്നത് ജോബ് സ്ട്രെസ് ആയിട്ട് നമുക്ക് എവിഡൻസ് ഉണ്ടായിക്കോണമെന്നില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോണമെന്നില്ല. പലപ്പോഴും നമ്മുടെ ശാരീരിക വേദനകളോ വീട്ടിലെ എന്തെങ്കിലും വ്യക്തിത്വ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ അതിനെ തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിയുന്ന സമയത്ത് ഇതൊന്നും മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ ചിന്തഗതിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് തന്നെ അതിനെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പിന്റെ ഹെൽപ്പ് നമ്മൾ തേടുന്നത് വളരെയധികം ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. മാറി ശ്രദ്ധിക്കുന്നത് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ ഇപ്പോഴത്തെ ഈ സ്ട്രെസ്സിനെ എനിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. അതിന് നമ്മൾ നല്ലൊരു എന്താ പറയുക, കുറച്ചൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളതിനെ എഫക്ട് ചെയ്യാണ്ട്
സ്ട്രെസ് എന്ന് പറയുന്ന ലെവലിൽ എത്തുന്നതിന് മുമ്പേക്കാൾ തന്നെ നമുക്കിതിനെ നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ എന്തെങ്കിലും കൃത്യമായി ഭക്ഷണം കഴിക്കുക, അതിലിപ്പോൾ ഷുഗർ സോൾട്ടി ആയിട്ടുള്ള സാധനങ്ങൾ, ജങ്ക് ഫുഡ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഉറക്കമൊക്കെ കൃത്യമായിട്ട് കൃത്യസമയത്ത് ഉണരുക, കൃത്യസമയത്ത് ഉറങ്ങുക. പലപ്പോഴും ആളുകൾ കണ്ടുവന്ന് രാത്രി ഉറങ്ങാൻ കിടന്നുണ്ടാവും, പക്ഷെ ബെഡിൽ ഇരുന്നിട്ട് മൊബൈലിൽ നോക്കുക, വാട്സപ്പ് നോക്കുക, ഇൻസ്റ്റാഗ്രാമിൽ നോക്കുക, ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആവുക, അല്ലെങ്കിൽ ബുക്ക് വായിക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. ഉറക്കം വരുന്നില്ല എന്നുള്ള പേരിൽ. പക്ഷെ ഇതൊക്കെയാണ് നമ്മുടെ ഉറക്കത്തിനെ പ്രയാസമാക്കുന്നത്. കാരണം ബ്രെയിനെ നമ്മളിങ്ങനെ ആക്റ്റീവായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരും നമ്മുടെ ഉറക്കത്തിന് പ്രയാസവും, ആൻഡ് അത് നമ്മുടെ ബ്രെയിനിന് അത്യാവശ്യം റെസ്റ്റ് കിട്ടില്ല, ആൻഡ് നമുക്ക് എന്താണ് പിറ്റേ ദിവസം നമ്മൾ അത്ര റിഫ്രഷ് ആവില്ല. അത് നമ്മുടെ ജോലിനെ ബാധിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതുള്ള അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്ന് വരാം. ഓക്കെ, പിന്നെ അതുപോലെ ആൽക്കഹോൾ പോലെ സബ്സ്റ്റൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ കീപ്പ് ചെയ്യുക. നമ്മുടെ എന്തെങ്കിലും വിഷമമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയും, നമ്മളൊരു ബാലൻസ് ആയിട്ടുള്ള ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യും. അതിനോടൊപ്പം തന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യം, നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതായത് പലപ്പോഴും എല്ലാവരും പറയുക ബിസിയാണ്, എനിക്ക് എന്റെ കാര്യം നോക്കാൻ നേരമില്ല, എപ്പോഴും മക്കളുടെ കാര്യം മറ്റുള്ളവരുടെ കാര്യമൊക്കെ ചെയ്യുന്നത്, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. അത് വളരെ വലിയൊരു പ്രയാസമാണുള്ള കാര്യം. ദിവസത്തിൽ എത്ര തിരക്കുള്ള എന്താ പറയാ ജോലിയാണെങ്കിൽ, എത്ര തിരക്കുള്ള ലൈഫാണെങ്കിൽ ഞാൻ പറയും, ഒരു 5 മിനിറ്റോ 10 മിനിറ്റെങ്കിലും അവനവന് വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ടൈം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് പറയുന്നതാണ് ഈ ഓർഗനൈസേഷൻ ലെവൽ. അതായത് ഒരു എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ സാഹചര്യങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാണ്, കുറച്ചുകൂടെ ഫണ്ണായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാണ്, ജോലിക്കാരുടെ കഴിവുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഇംപ്രൂവ് ആക്കാനുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാണ്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾ അവിടെ സെറ്റപ്പ് ചെയ്യാണ്. ഡെസിഷൻ മേക്കിങ്ങിലൊക്കെ അവർ ഉൾപ്പെടുത്തുക. അങ്ങനെയൊക്കെ ഓർഗനൈസേഷൻ ലെവലിലുള്ള ഒരുപാട് പ്രയാസങ്ങളൊക്കെ, സ്ട്രെസ്സുകളൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. സർവ്വസാധാരണയായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടാണ് കുറേയേറെ പ്രോബ്ലംസ് കണ്ടുവരാറുള്ളത്. ഓർഗനൈസേഷൻ ലെവലിൽ കണ്ടുവരാറുണ്ട്, പക്ഷെ എന്നിരുന്നാലും നമ്മൾ 1 to 1 ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ പറ്റില്ല. നമുക്ക് കൂടുതലും ഇൻഡിവിജ്വൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോസസും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സ്ട്രെസ്, തൊഴിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്രയാണ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ വളരെ ബ്രീഫായിട്ട് ഞാൻ എളുപ്പമായിട്ട് പോകുന്നത്. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസോ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാം. How to deal with someone who would give a task to subordinates just for sake of making our work easy. Okay. സോ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ടു ഡീൽ വിത്ത് സമ്മൺ ഫൈൻ. ഈ സമ്മൺ എന്ന് പറയുന്നത് ആരാണ്, അത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു റോൾ എന്ന് പറയുന്നത് നമ്മുടെ ജോബിലെ ഈ പറഞ്ഞ നമ്മുടെ അസോസിയേറ്റ് ആണോ, നമ്മുടെ ബോസ് ആണോ, സോ അതൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. സോ നമുക്ക് ഏറ്റവും നല്ല കാര്യം അവിടെ നമ്മളൊരു കുറച്ചുകൂടി അസേർട്ടീവ് ആയിട്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മൾ എന്തുകൊണ്ട് നമ്മൾ അവരോട് പറയുന്നില്ല, ഇങ്ങനെ ഒരു വസ്തുത എന്നതുകൊണ്ട് നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്യുന്നില്ല. സോ അതിനൊരു എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ. ഓക്കെ, സമ്മൺ സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്നാണെങ്കിലും നമുക്ക് നമ്മുടെ ഇമോഷൻസും നമ്മുടെ തിങ്കിങ്സും ഒക്കെ ഹെൽത്തി വേയിൽ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ സർ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എന്താ പറയാ അഡാപ്റ്റീവ് ആയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം ആളുടെ അടുത്ത് കുറെയൊക്കെ. അപ്പൊ അസേർട്ടീവ് ആണ് തന്നെ കുറച്ചുകൂടെ നന്നായിരിക്കും. പറയുന്നതേ കുറച്ചുകൂടെ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ അഭിപ്രായങ്ങൾ തുറന്നു പറയണമെന്ന് വിചാരിക്കുക. ആ അഭിപ്രായം തുറന്നു പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് അങ്ങനെ പറ്റത്തില്ല, ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത് വെച്ചാൽ ഉണ്ടാവും നമ്മുടെ വോയിസ് വ്യത്യാസമായി, നമ്മുടെ ടോൺ വ്യത്യാസമായി. സോ കേൾക്കുന്ന ആളും എന്താ ഫീൽ ചെയ്യുക, ഓക്കെ ഇയാൾ എന്താ ഇങ്ങനെ അഭിപ്രായം പറയുന്നത്, ഒരുമാതിരി കംപ്ലൈന്റ് പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരുമാതിരി ആജ്ഞാപിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യാം അല്ലെ. സോ അതിന് പകരം നമുക്ക് കുറച്ചുകൂടെ നമ്മൾ അഡാപ്റ്റബിൾ ആയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, സോ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുന്നതിന് പകരം മേ ബി ഇതാണെങ്കിൽ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ല വേ അല്ലേ സർ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കുറച്ചൊന്ന് എന്താ പറയാ നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അതിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും തോന്നുന്നു. ആ ലെവലും വിട്ടാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുറെ കണ്ടീഷൻസ് ഉണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ലൈക്ക് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഈ സമ്മൺ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഓഫീസറിന്റെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്നുണ്ടെങ്കിലോ അതിന് കാരണം സോ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി മാറ്റാനൊന്നും നമുക്ക് സാധിക്കത്തില്ലല്ലോ. അപ്പോ ചില കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ
മാറ്റി വെക്കാൻ പറ്റുന്നതാണെങ്കിൽ, നമ്മളെ കെയർ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ, കെയർ ചെയ്യണ്ടെന്നുള്ള രീതിയിൽ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യാന്നുള്ള രീതിയിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ അസർട്ടീവായിട്ട് പറയാം, സാർ ഇന്നതാണ് വിഷയം. എന്തിനാ നമ്മൾ ഒരു ആവശ്യമില്ലാണ്ട് മറ്റുള്ളവരുടെ ബിഹേവിയർ കാരണം നമ്മൾ നമ്മുടെ സ്ട്രെസ് എടുക്കുന്നു, നമ്മൾ നമ്മുടെ ടൈം മാനേജ് ചെയ്യുന്നു. സോ കൃത്യമായിട്ടുള്ള ഒരു ഡെസിഷൻ എടുക്കുക എന്ന് പറയുന്നത്, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ജോലിയാണോ ഫിനാൻസ് ആണോ എന്റെ മെന്റൽ ഹെൽത്ത് ആണോ എന്നുള്ളതൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ഒപ്പീനിയൻസ് ആണ്. അതിനനുസരിച്ച് നമ്മൾ തീരുമാനം എടുത്തിട്ട് അസർട്ടീവായിട്ട് അവിടെ സംസാരിക്കുകയാണ്. താങ്കൾ പറഞ്ഞ കണ്ടീഷനിൽ കുറച്ച് നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്നു മാഡം, ലൈക്ക് വാട്ട് ഹാപ്പൻസ് ലൈക്ക് നമ്മളത് പറഞ്ഞാലും ലൈക്ക് ഇൻ എ സെൻസ് ലൈക്ക് നിങ്ങൾ പറഞ്ഞാലും മാറ്റം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ നമ്മളെ ശൈലി അതുപോലെ തന്നെ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ബട്ട് വാട്ട് ഇഫ് ലൈക്ക് ആ പേഴ്സൺ ലൈക്ക് മേ ബി ലൈക്ക് ഹീസ് ലൈക്ക് അത് കണ്ടിന്യൂസ് അതുപോലെ തന്നെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇഫ് ഹീ ഈസ് നോട്ട് ഏബിൾ ടു ചേഞ്ച് അതുപോലെ ഞാൻ ഒരിക്കലും സ്ട്രെസ് ഔട്ട് ഇല്ലല്ലോ. അപ്പം സോ ലൈക്ക് ആണെങ്കിൽ തന്നെ ഞാൻ പറയുന്നത്, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു പരിധി വരെ നമുക്കതിന് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ജോലി നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യും വരെ നമുക്ക് അതിൽ നിന്ന് മാറാനും പറ്റത്തില്ല. നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എങ്ങനെയാണ് നിങ്ങളെ എഫക്ട് ചെയ്യുന്നത് അതെനിക്ക് കുറച്ചുകൂടെ വ്യക്തമായില്ല. കാരണം അവർ ചെയ്യുന്നത് ഓക്കെ, അവരങ്ങനെ ചെയ്യുന്നത് എന്തിനോ അങ്ങനെ ചെയ്യുന്നതാണോ, നിങ്ങളുടെ ജോലിയിൽ അത് എഫക്ട് ചെയ്യുന്നത് യുവർ പെർഫോമൻസ്. like if it's like for example like if it's a teaching job, നമ്മളെ superior who is a principal ആണ് വിചാരിക്കുക, ലൈക്ക് നമ്മളിപ്പം ഹാർഡ് വർക്ക് ലൈക്ക് നമ്മളിപ്പോ ഒരു വർക്ക് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു സബ്ജക്റ്റ് ആണ് ക്ലാസ് എടുക്കുന്നെങ്കിൽ വിതിൻ ടൈം ബൗണ്ട് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ബട്ട് ഓക്കെ, ഹി ഈസ് ലൈക്ക് എ ബിറ്റ് ഫാസ്റ്റ്. ഈവൻ ദ പ്രിൻസിപ്പൽ ഈസ് ഓൾസോ വർക്കിംഗ് ആണെന്ന് വിചാരിക്കുക. പ്രിൻസിപ്പൽ മാത്രമല്ല, ഒരു ടീച്ചർ കൂടിയാണ്. സോ ഹിസ് പെർഫോമൻസ് ഇസ് ഓൾസോ ബീങ് വാല്യൂഡ്. സോ ഇഫ് someone who's getting more appreciation, like who's working more and gets more of amount of quality like in response from tier students, if he is not getting that much response, like ആ ഒരു ടീച്ചർ കം പ്രിൻസിപ്പൽ റോള് ചിലപ്പോൾ ഒരു നെഗറ്റീവ് സൈഡ് യൂസേജും കൂടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ലൈക്ക് ആക്ച്വലി ഇറ്റ് ഇസ് ഗോയിങ് ടു അഫക്ട് ദോസ് ഹു ഇസ് ആക്ച്വലി വർക്കിംഗ് ബിലോ ദം. സോ അതില് രണ്ടും കൂടി വരും. സോ ലൈക്ക് നമ്മളവിടെ ക്ഷമിക്കുകയാണ് വേണ്ടത്, അസർട്ടീവ് ആണ്. എങ്ങനെയാണ് അത് നെഗറ്റീവ് സൈഡിലോട്ട് പോകുന്നത്? എങ്ങനെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് വരുന്നത്? എനിക്കത് ക്ലിയർ ആയില്ലേ. നെഗറ്റീവ് ഇൻ എ സെൻസ് ലൈക്ക് നമ്മളിപ്പോ നെഗറ്റീവ് ഇമ്പാക്ട് ഫോർ എക്സാമ്പിൾ ലൈക്ക് നമ്മൾ വർക്ക് ചെയ്യുമ്പം അത് പോരാ, നമ്മൾ ചെയ്ത് ശരിയായില്ല, അതല്ലെങ്കിൽ ലൈക്ക് പർപ്പസ്ഫുള്ളി ലൈക്ക് ഇഫ് ഇറ്റ് വിൽ ബി അത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ വിളിച്ചിട്ട് നമ്മളോട് ഒരു ലൈക്ക് നിങ്ങളത് ചെയ്തത് ശരിയല്ല, അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്. ഹൂസ് നോട്ട് ടേക്കിംഗ് എനി ഓഫ് നെഗറ്റീവ് റെസ്പോൺസ് ഓഫ് ദെയർ സൈഡ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ മാഡത്തിന് അടുത്ത് വരുന്ന മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പോയിന്റ് സിമ്പിളായിട്ട് ഏറ്റവും മിനിമം ലെവൽ ഏറ്റവും സമാധാനത്തോടെ അസർട്ടീവ് ആയിട്ട് എംപത്തി എല്ലാ വാല്യൂസും കീപ്പ് ചെയ്ത് നമ്മൾ പറയാണ്. പക്ഷെ അതൊരു നെഗറ്റീവ് സൈഡായിട്ട് ചിലപ്പോൾ അത് ഒറ്റ കിട്ടുമ്പോൾ ഫയർ ഔട്ട് ചെയ്യുകയാണെങ്കിൽ വിൽ നോട്ട് ബി ഏബിൾ ടു ടെൽ someone also, but still we need to carry out because it's a job. We are like maybe like we are keeping all the നമ്മുടെ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്തുകൊണ്ടേ പോവാണെങ്കിൽ, ബട്ട് അതിനോട് ക്ഷമയാണ് വേണ്ടത്. ലൈക്ക് ഹൗ ഡു യു ഡീൽ വിത്ത് ഇറ്റ്? അവിടെ ക്ഷമ കീപ്പ് ചെയ്യാം, ബട്ട് ദർ ഇസ് എ സെൻസ് ഓഫ് ലൈക്ക് നമുക്കൊരു ഓവർ പവറിങ് വരും. ചിലപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ ലോഡ് കൂടും, ചിലപ്പോൾ ഇറ്റ്സ് ഗോണ ബി ഗെറ്റ് സ്ട്രെസ്ഡ് ഓഫ്. ചിലപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കുട്ടികൾക്ക് നന്നായി കൊടുക്കാൻ പറ്റുമായിരിക്കും, ബട്ട് ഇൻ സെൻസ് ലൈക്ക് വി നോട്ട് ബി ഏബിൾ ടു അച്ചീവ് ലൈക്ക് ഇൻ എ വേ ദാറ്റ് വി നോട്ട് ബി ഏബിൾ ടു കീപ് ദാറ്റ് സെൻസ് ഓഫ് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ മനസ്സിൽ കീപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, മറ്റൊരാൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തു, ആ ക്രിറ്റിസിസം എന്തുകൊണ്ടാണ് നമ്മൾ വാല്യൂബിൾ ആയിട്ട് തിങ്ക് ചെയ്യുന്നത്? ഇറ്റ്സ് വാലിഡ് ആണ്. ക്രിറ്റിസിസം ഏത് സമയത്ത് വാലിഡ് ആണ്, നമ്മൾ അത് ചേഞ്ച് ചെയ്യാൻ റെഡിയാണ്. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ചില സമയത്ത് ഈഗോ ഒരു ഫാക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈഗോ ഒരു ഫാക്ടർ ആണെങ്കിൽ നമ്മൾ ഈഗോയുടെ മുകളിൽ തന്നെ വർക്ക് ചെയ്യണം. ഈഗോ എന്ന് പറയുന്നതിലും നമ്മൾ ഈഗോലല്ല മറ്റുള്ളവരുടെ ഈഗോ കീപ്പ് ചെയ്യണമെങ്കിൽ അതെ അവര്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മറ്റുള്ളവരുടെ ഈഗോ കൊണ്ടാണ്, യെസ് ഇപ്പൊ നമ്മുടെ പെർഫോമൻസ് എന്താണെന്ന് നമുക്കറിയാം ആൻഡ് നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡും ആണ്. പക്ഷെ മറ്റൊരാള് അതിനെ എന്താ ഡീവാലുവേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് നമ്മളതിനെ എന്താ പറയുക വഴക്ക് പറയുന്ന രീതിയിൽ എത്തുന്നു. ആളുടെ ഈഗോ പ്രശ്നം കാരണം അയാൾ അങ്ങനെ സംഭവിക്കുന്നു. ഫൈൻ, നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ അയാൾ അങ്ങനെ പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ സിമ്പിൾ ആയിട്ട് തള്ളിക്കളയാൻ വേണ്ടി പറ്റുമോ? വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നു. കാരണം നമ്മൾ അവിടെ ചിന്തിക്കുന്നത് എന്താണ്, ഈവൻ ദോ അവരുടെ ഈഗോ ആണെന്നുണ്ടെങ്കിലും അയാൾ എന്തിനെന്നെ കണ്ട് പറഞ്ഞു,
സോ ഞാനിങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ട് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, സോ ഞാൻ ചെയ്യുന്ന ജോലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ സം കൈൻഡ് ഓഫ് ചില തിങ്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചില സമയത്ത് ക്രിറ്റിസിസംസ് നമുക്ക് പറഞ്ഞ പോലെ അവരുടെ വായ അടയ്ക്കാൻ നമുക്ക് എന്തായാലും പറ്റത്തില്ല. ചില സമയത്ത് നമ്മളതിന് ലിമിറ്റ് അവർ പറഞ്ഞോട്ടെ, ബട്ട് അത് എന്നെ എഫക്ട് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ ചില കമന്റുകളെ നമ്മൾ നമ്മളുടെ ഒരു പേഴ്സണൽ ഡിസിഷന്റെ അപ്പുറത്ത് നിർത്താൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അതൊരിക്കലും സ്ട്രെസ് ആവുന്നുണ്ടോ? ലൈക്ക് ഒരു ഓർഗനൈസേഷനിൽ വരുമ്പോൾ ഒരു 1 in 5% പകരം 4 in 5% ആണ് ഇത് എഫക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 4 ആൾക്കാരും കൂടിയിട്ട് ഓർഗനൈസേഷനോട് സംസാരിക്കേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും സംസാരിക്കേണ്ടി വരും. അല്ല അത് ഉണ്ടാവും, അത് ഗ്രൂപ്പ് ഡിസ്കഷൻസ് നമ്മൾ പറയാറുണ്ട്. പോസിറ്റീവ് ആണെന്ന് പറയും, പോസിറ്റീവ് ആണെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇൻ എ സെൻസ് ലൈക്ക് ചില സമയത്ത് ചില ആളുകൾ അത് പോസിറ്റീവായിട്ട് എടുത്തോളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, ഇപ്പൊ കവിത മാഡം ക്ലാസ് എടുത്തു, ഓക്കെ ഗിവ് മി എല്ലാ റെസ്പോൺസ് എടുത്തോളൂ, ഓക്കെ ലൈക്ക് എവറി ഗ്രൂപ്പ് മെമ്പേഴ്സ് ആർ ലൈക്ക് ഗിവിംഗ് ഓൾ റെസ്പോൺസ്. അപ്പം എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ ഞാൻ വെച്ചിട്ടുണ്ട്, ലൈക്ക് ഇത് ഇറ്റ്സ് നെഗറ്റീവ്. അത് നമ്മൾ ഉള്ളിൽ വരുന്നതാണ്, ലൈക്ക് അത് നമ്മൾ ആരും കുറ്റം പറയില്ല. It's like actually it comes off. അപ്പൊ അങ്ങനെ വരുമ്പോ ആൻഡ് ലൈക്ക് ഇറ്റ് പുഷസ് ഓഫ്. അപ്പൊ 1% ഒരാൾ ഒറ്റ കിട്ടും, രണ്ടാൾ ഒറ്റ കിട്ടും. അപ്പൊ അത് ലൈക്ക് അത് സെപ്പറേറ്റ് ആകുമ്പോൾ ഇറ്റ്സ് ഗോൺ എഫക്ട്, റൈറ്റ്? സോ ലൈക്ക് ഇഫ് നമ്മളത് പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാവ് എനി ഇമ്പാക്ട് ആൻഡ് ഈദർ യു ഗെറ്റ് ഔട്ട് എന്നുള്ള രൂപമാവും. അതാണ് ചോദിച്ചത്. അങ്ങനെയുള്ള സിറ്റുവേഷൻ പല കമ്പനീസിലും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരാൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തോ വഴക്ക് പറഞ്ഞതോ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ആ ഒരു ഡയലോഗിന് ശേഷം വേറെ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ടോ? അതെ അതെ തീർച്ചയായിട്ടും എഫക്ട് ചെയ്യുമല്ലോ. എഫക്ട് ചെയ്യൂല പെർഫോമൻസിലല്ല. ലൈക് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, മാഡം പറഞ്ഞു ഹെഡ് ഏക്കിന് പകരം ലൈക് ഫോർ എക്സാമ്പിൾ ജസ്റ്റ് തിങ്ക്, അപ്പൊ എനിക്കാണ് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇറ്റ് ബിക്കംസ് ലൈക് ബോഡി ബിക്കംസ് ഹീറ്റഡ് അപ്പ് in a sense, like നമ്മുടെ ears everything goes heated up, but it's like it gets into word stammering വരും, എല്ലാം വരും ചിലപ്പോൾ. because it's like ചില ഞാൻ കണ്ടിട്ടുണ്ട് ഒരു 5 year 6 year experience like a doctorate ഉള്ള PhD ഉള്ള ടീച്ചർ അടക്കം she's just because of getting a mental harassment in a such a way that she's not able to maintain it, അല്ലേ? ബട്ട് അവര് കുട്ടികളുടെ മുന്നിൽ ഏറ്റവും നല്ല അടിപൊളി, ഫോർ എക്സാമ്പിൾ എല്ലാ സൈക്കോളജിക്കൽ ആസ്പെക്ടും കീപ്പ് ചെയ്തിട്ട് ഏറ്റവും നല്ല അടിപൊളി ടീച്ചറാണ്. ബട്ട് the thing is that she's not able to maintain it when it comes to reality. So അവിടെ like words are fine, but the thing is that we need to put something into action, right? ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നോക്കൂ, നമ്മൾ ഈ സിറ്റുവേഷൻസ് എല്ലാതും കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലാക്കണം. ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടുന്ന് മാറാൻ പറ്റത്തില്ല. ഇപ്പൊ ലൈക്ക് നമുക്കൊരു ഗവൺമെന്റ് ജോബാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി ഒരുപാട് എന്താ ഹെൽപ്പ് വേണ്ട സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെ അവിടെ നിന്ന് പോകും. പക്ഷെ അങ്ങനെ നിൽക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നതാണെന്ന് ഞാൻ പറയും. കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഒരു ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്ടീവിൽ നമ്മളൊന്ന് ആലോചിച്ച് വെക്കുക, ഒരു എക്സിസ്റ്റൻഷ്യൽ ഞാൻ പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വേണോ വേണ്ടോ നമ്മൾ തീരുമാനിക്കുന്നത്. ഞാൻ എൻ്റെ ഈ സ്ട്രെസ് ആണോ എൻ്റെ മറ്റു പല കാര്യങ്ങളാണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഇനി അതല്ല, ഒരാൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി, ക്രിട്ടിസൈസ് ചെയ്ത് പോയി, എന്നോട് ദേഷ്യപ്പെട്ടു പോയി, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഇങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ ആ കമന്റിനെ വിചാരിച്ചുകൊണ്ട് ഞാൻ അതിന്റെ ഭാരം പേറിയിട്ട് പിന്നീട് നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുകയാണെങ്കിൽ മാത്രം ഈ പറഞ്ഞ പോലെ എൻ്റെ മെന്റൽ റൂമിനേഷൻസ് ആയിട്ട് അത് മാറുന്നുള്ളൂ. അങ്ങനെയാണ് യെസ് ടുവേർഡ് നമ്മുടെ ലൈഫിൽ നമ്മൾ വീട്ടിലേക്കും ഒക്കെ നമ്മൾ ഈ ടെൻഷൻസ് കൊണ്ടുപോകും. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു സന്തോഷമുള്ള ഒരു പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിലും അത് നമ്മൾ എന്തുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു, അയാൾ ഓൾവേസ് ഇങ്ങനെയാണല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ തിങ്കിങ് പോണത്. നമുക്കതിനെ എന്താ പറയുക, ചില കമന്റുകൾ ഉണ്ടല്ലോ നമ്മളുടെ മേല് തട്ടി ബൗൺസ് ചെയ്ത് പോവില്ലേ, ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ നല്ല അസേർട്ടീവായിട്ട് നമ്മൾ സംസാരിക്കുക. മാം പറഞ്ഞത് ശരിയല്ല, മാം ഇങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് റൂഡാവേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറയുക. അതൊരു വാക്ക് തർക്കമാകുക അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. പിന്നെ ഒരുപാട് പേർക്കാണ് ഈ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യും. അല്ലാതെ നമുക്ക് വേറെ നിവർത്തിയില്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു പരിധി ഉണ്ട് ഇതിന്. ഇൻഡിവിജ്വൽ ആയിട്ട് മാത്രം വരുമ്പോഴും ഒരുപാട് നമുക്ക് ഈ പറഞ്ഞ പോലെ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ആകുമ്പോൾ നമുക്ക് ഈ രീതിയിൽ മാനേജ് ചെയ്യാം. ബട്ട് ഒരു എന്താ പറയാ ഓർഗനൈസേഷൻ ലെവലില് ഇന്റർപേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കുമ്പോൾ ഈ നമ്മുടെ അതോറിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഡീൽ ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിലാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവത്തുള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നബിലിന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ മാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ഹൗ ടു സെറ്റ് ബൗണ്ടറീസ് ഇൻ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് എന്നാണ്. ഹൗ ടു സെറ്റ് ബൗണ്ടറീസ് ഇൻ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്.
പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ബൗണ്ടറീസ് എന്ന് പറയുന്നതിൽ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് കൂടുതലും എന്താ പറയാ, നമ്മുടെ ടൈമിലുള്ള ബൗണ്ടറീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ പ്രൊഫഷണലിലെ മറ്റുള്ളവർ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നല്ലൊരു ബോധ്യം ഉണ്ടായിരിക്കില്ല. എന്റെ ബോസ് ആണോ, എന്റെ കോവർക്കർ ആണോ എന്നുള്ളത്. സോ ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും നമ്മുടെ സംസാരമായിട്ടായിരിക്കാം, പേഴ്സണൽ ഡിസ്റ്റൻസുകളായിട്ടായിരിക്കാം, അതുപോലെ ടൈം ഓഫ് എന്താ പറയുക ഇന്ററാക്ഷൻ ആയിരിക്കാം. ഇതെല്ലാം നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന വാല്യൂ ആണല്ലോ. ഇപ്പോ എന്താ പറയാ, നമ്മൾ അയാളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമുക്ക് റെസ്പെക്ട് തോന്നുന്ന ആരായിരിക്കാം. സോ ഈ ബൗണ്ടറീസ് എന്തുകൊണ്ടാണ് പ്രയാസമായിട്ട് തോന്നുന്നത് അതെനിക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷണൽ ലൈഫിൽ നമുക്ക് ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം, ഷുവർ ആണ്. ബട്ട് അതൊരു എന്താ പറയാ കോവർക്കർ ആണെന്നുള്ള ഒരു ബോധ്യത്തോടെ അല്ലാതെ നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള ഒരു മെമ്പറായിട്ട് വരുമ്പോഴാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ് വരുമ്പോഴാണ് പ്രയാസം വരുന്നത്. സോ കോൺവെർസേഷൻ സ്റ്റൈലില്, അതുപോലെ തന്നെ എന്താ പറയാ പേഴ്സണൽ ഡിസ്റ്റൻസിങ്ങിന്റെ കാര്യത്തില്, ടൈം ഓഫ് ഇന്ററാക്ഷൻസ്, ഈ കാര്യത്തിലൊക്കെ നമ്മൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബൗണ്ടറീസ് കുറച്ചൊക്കെ ഒന്ന് സെറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളുടെ ഈ പറഞ്ഞ പോലെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ഉള്ള ആരാണോ, അപ്പോ ലൈക്ക് ഇപ്പൊ ഒരു ഫ്രണ്ട് ആണെന്ന് നമ്മൾ കരുതുക. അപ്പൊ നമുക്ക് തോന്നുകയാണ് നമ്മുടെ മെന്റലി ആളുമായിട്ട് എന്താ പറയാ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സോ ഇൻസൈഡ് ദ കമ്പനി എന്ന് പറയുന്ന സമയത്ത് എന്താണ് ആളുടെ പൊസിഷൻ, എന്താണ് എന്റെ പൊസിഷൻ, ഈ ലെവലിൽ നിന്നുകൊണ്ട് മാത്രം നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതിലും പേഴ്സണൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിലൊക്കെ ശ്രദ്ധിക്കുക എന്ന് ഞാൻ പറയും. ഓക്കെ മാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടിപ്സ് ടു ഓവർകം വർക്ക് പ്ലേസ് സ്ട്രെസ് ആണ്. അത് 2-3 ആൾ ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ടിപ്സ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് വർക്ക് പ്ലേസ് സ്ട്രെസ് ഒഴിവാക്കാനായിട്ടോ? സിമ്പിൾ ടിപ്സ് എന്ന് പറയുമ്പോഴും എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞല്ലോ, സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ കാര്യമല്ല. അത് എത്രത്തോളം നമ്മളിങ്ങനെ എന്താ പറയാ മാറ്റി മാറ്റി ചിന്തിക്കുന്നുവോ, മാറ്റി മാറ്റി അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവോ, നമുക്ക് എളുപ്പം അതിനെ മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് അതിന് സ്ട്രെസ് വരുന്നത്? അതിന്റെ ആദ്യത്തെ ഉത്തരമാണ് നമ്മൾ ആ സിറ്റുവേഷൻസിനോട് അല്ലെങ്കിൽ സ്ട്രെസ് ആകുന്ന കാരണത്തോട് നമ്മൾ എന്തോ റിപ്ലൈ ചിന്തിക്കുന്നുണ്ട്. സിംപ്ലി ഞാൻ എന്താണ് ആ കാര്യത്തിനോട് ആലോചിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇത് സ്ട്രെസ് ഫീൽ ചെയ്യുന്നത് ആദ്യം ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുക പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഡെഫിനിഷൻസ്, എന്തെങ്കിലുമൊക്കെ അവരുടെ പ്രശ്നം കിട്ടും. ലൈക്ക് ഇപ്പോ നേരത്തെ ഒരു ആള് പറഞ്ഞ പോലെ തന്നെ ഒരാള് ക്രിട്ടിസൈസ് ചെയ്തു. സോ ക്രിട്ടിസൈസ് ചെയ്തപ്പോ യെസ്, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുക. ഒരു എക്സാമ്പിൾ പറയാൻ, സോ ഞാനെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എന്റെ പെർഫോമൻസ് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യണം? സോ ആള് ആരാണ് എന്നെ തിരിച്ചു പറയാനുള്ളത്, അല്ലെങ്കിൽ എന്നെ വഴക്ക് പറയുന്ന ആളാണ്? ഈ ചിന്തിച്ചു കഴിഞ്ഞാൽ ഐ ഷുഡ് ബി പെർഫെക്റ്റ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ള നമ്മുടെ ധാരണകൾ കീപ്പ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്നവര് നല്ല രീതിയിൽ സംസാരിക്കണം, എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു നമുക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ആ ഒരു ധാരണ ചിലപ്പോൾ കൃത്യമായിട്ട് പോകുന്നുണ്ടായിരിക്കും. അതല്ലാതെ വരുന്ന ഒരു അവസ്ഥയെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ. സോ അതുകൊണ്ടായിരിക്കാം നമുക്ക് സ്ട്രെസ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും, ഇപ്പൊ പേഴ്സൺ ആണെങ്കിലും വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിലും എന്താണ് എനിക്കത് സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് ചെയ്യേണ്ട ഒരു സമയമാണ്, ബട്ട് എനിക്ക് അതിനുള്ള റിസോഴ്സസ് ഇല്ല. സോ എന്തായാലും റിസോഴ്സസ് ഇല്ലാത്ത എനിക്ക് എന്ത് സാധനങ്ങൾ തരാത്ത വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാം അല്ലെ. പക്ഷെ അങ്ങനെ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, നമുക്കത് സ്ട്രെസ്ഫുൾ ആയിട്ടൊരു കണ്ടീഷൻ ആയിട്ട് തന്നെ തോന്നും. പക്ഷെ അതേസമയം ഓക്കെ ഫൈൻ, അതിന്റെ അവൈലബിലിറ്റി ഇല്ല. സോ കുട്ടികളെ എന്തായാലും ഞാൻ പഠിപ്പിച്ചില്ലേ പറ്റൂ. സോ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, പ്രോബ്ലം നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്തുക. സോ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ പേപ്പർ പെൻസിൽസ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും പഠനോപകരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ ക്രിയേറ്റീവായിട്ട് പഠിപ്പിക്കുന്നു അവിടെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു റിസോഴ്സസ് ഇല്ലാത്തതിന്റെ ടെൻഷൻ അവിടെ ഇരിക്കുന്നില്ല. മനസ്സിലായോ? സോ എന്താണ് സ്ട്രെസർ എന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യം, അതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനോട് ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, ഇതൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അവിടെ ഒരു എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റിയൊരു സാധനം കിട്ടും. അത് മാറ്റുകയാണെങ്കിൽ അതിന്റെ വാല് പിടിച്ചു വരുന്ന നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ബിഹേവിയർ, കാര്യങ്ങളൊക്കെ സംഹൗ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ കൃത്യമായിട്ട് പറയണ, ഇപ്പൊ നമ്മളിപ്പോ സിമ്പിൾ ടിപ്പായിട്ട് പറയും. ചിലപ്പോൾ എന്താ പറയുക, റിലാക്സേഷന് വേണ്ടിയിട്ട് ബ്രീത്തിങ് എക്സസൈസ് എടുക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റീസ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷെ ഞാൻ പേഴ്സണലായിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ യെസ്, അതൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. പക്ഷെ അതൊക്കെ സംഹൗ ഒരു എന്താ പറയുക ഒരു പീരീഡ് ഓഫ് ടൈമിനുള്ള ഹെൽപ്പ് മാത്രമായിരിക്കും. അപ്പൊ റൂട്ട് കോസ് എന്ന് പറയുന്നത് അവിടുന്ന് മാറാൻ സാധ്യതയില്ല. ആ റൂട്ട് കോസ് എന്ന് പറയുന്നത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്ട്രെസ് ഏത് കണ്ടീഷനാണ് തോന്നുന്നത്, ആ കണ്ടീഷനോട് ഞാൻ ചിന്തിക്കുന്ന കാരണം എന്താണ്, ഞാൻ ചിന്തിക്കുന്ന തിങ്കിങ് എന്താണ്, ഇവിടെ നമുക്ക് എന്തെങ്കിലും അവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അത് അഡാപ്റ്റീവായിട്ട് നമ്മൾ മാറ്റുവാണെന്നുണ്ടെങ്കിൽ പിന്നെയൊക്കെ കുറെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. യെസ്, ഇനിയൊരു ചോദ്യം, ഹൗ ടു ഡീൽ വിത്ത് ഇമോഷണലി അൺസ്റ്റേബിൾ കോവർക്കേഴ്സ്. ഓക്കെ,
ഇമോഷണലി അൺസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ കൂടുതലും ദേഷ്യമാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. എപ്പോഴും വഴക്കിടുന്ന, എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളാണെന്ന് തോന്നുന്നു. സോ അത്തരം കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ തിരിച്ച് അവിടെ ഒരു വാക്തർക്കത്തിന് നിന്നു കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം ചില കാര്യങ്ങൾ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക, ദ വേ ദേ ആർ, അവരങ്ങനെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മളിൽ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കാതിരിക്കാൻ ഒരു കാരണമാണ്. ഓക്കെ, സോ അവരുടെ അടുത്ത് ആ രീതിയിൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി മാറ്റിയെടുക്കാനൊന്നും നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാമായിട്ട് കാര്യങ്ങൾ, ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ സാറേ എന്ന് പറയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ മേ ബി അത് ആൾ മനസ്സിലാക്കുന്നു വരില്ല. അപ്പൊ പറയാൻ സാഹചര്യം ഉണ്ടെങ്കിൽ ഓപ്പൺലി പറയുക. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത്തരം no. Since I'm an Indian, I was working with one of the Iranian surveyors. Okay. He started, "You bloody Indians," or something like that. So I could not take that. So what I did is I threw the papers on his face and I just walked out from there. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് എന്താണ് അതിന്റെ കോൺസിക്വൻസ് ഉണ്ടായത്? After that, he was sacked from his job. I informed to my superiors. It went all around. That I shouldn't have done that because he lost his job because of me. വരുന്നത് ആക്ച്വലി നമ്മളതാണോ അതോ നമ്മളുടെ ദേഷ്യമാണോ അവിടെ ഒരു ആക്ഷൻ കറക്റ്റ്. ബട്ട് ഈ പറഞ്ഞ പോലെ അദ്ദേഹം അങ്ങനെ ഒരു വേർഡ്സ് യൂസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായതെന്ന് ഞാൻ ഒന്നുകൂടെ ചോദിക്കും. Because it was my bad experience with some Indians, or I do not know. So അങ്ങനെ വല്ലതും ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. So അപ്പൊ so that I could not take it. That you Indians are like that. That I could not take. So I just had to throw the papers on his face. ഓക്കെ, ഫൈൻ. എനിക്ക് തോന്നുന്നു താങ്കളുടെ ഈ വിഷയം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇരുന്ന് സംസാരിക്കേണ്ടി വരും. കാരണം അദ്ദേഹം പറഞ്ഞ ഒരു കമന്റിനേക്കാൾ അപ്പുറത്ത് എനിക്ക് തോന്നുന്നു നമ്മളുടെ റിയാക്ഷൻസും കാര്യങ്ങളും ലീഡ് ചെയ്യിപ്പിച്ചത് നമ്മളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയത് കൊണ്ടൊക്കെ ആയിരിക്കും. അതിന്റെ ബാക്കി പത്രമായിരിക്കും പിന്നീട് അദ്ദേഹത്തിന് ആ ജോലി നഷ്ടപ്പെടും എന്ന് അറിഞ്ഞ സമയത്ത് താങ്കൾക്ക് തോന്നിയ റിഗ്രറ്റും. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ മേ ബി റിഗ്രറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അതൊരു ജോബ് സ്ട്രെസ്സിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഇൻഡിവിജ്വൽ ലെവലിലേക്ക് അത് പോയിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ഈ പറഞ്ഞ പോലെ നമുക്ക് ദേഷ്യം വന്നത് ജസ്റ്റ് ഒരു കമന്റ് കാരണം നമുക്ക് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സം തിങ്കിങ് എന്താ പറയാ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് താങ്കൾ പേഴ്സണൽ ആയിട്ട് ആ കാര്യം സംസാരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നമ്മുടെ ഈ മൈൻഡ് ഗുരുവിൽ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടല്ലോ, ആ രീതിയിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കാര്യത്തെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ മേ ബി താങ്കളെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. Okay, thanks.